योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. ഇന്നലെ ആദ്യത്തെ ശ്ലോകം പറഞ്ഞു. പ്രൗഢ നിജാനുഭൂതി ഗളിതദ്വൈതേന്ദ്രജാലോ ഗുരു. ആദ്യത്തെ ശ്ലോകം ഗുരുവിന്റെ ലക്ഷണം, ഗുരുവിന്റെ അനുഭവസ്ഥിതി, ഈ അനുഭവത്തിനെ ഗുരു പറയണതിന് മുമ്പ് എന്ത് ചെയ്തു എന്നുള്ളതൊക്കെയാണ്. പ്രൗഢ നിജാനുഭൂതി ഗളിത ദ്വൈതേന്ദ്രജാലോ ഗുരു. ആത്മാനുഭൂതി കൊണ്ട് പ്രൗഢ നിജാനുഭൂതി ഗളിത ദ്വൈതേന്ദ്രജാലോ ഗുരു. നിജാനുഭൂതി, നിജം എന്ന് വെച്ചാൽ സ്വരൂപം, സ്വം എന്നർത്ഥം, ആത്മ. നിജാനുഭൂതി ഗളിതം എന്ന് വെച്ചാൽ വീണുപോയത്. എന്താ വീണുപോയത് എന്ന് വെച്ചാൽ ദ്വൈതേന്ദ്രജാല, ദ്വൈതപ്രപഞ്ചം എന്ന് പറയുന്ന ഇന്ദ്രജാലം, അതിന്റെ ഹിപ്നോസിസ്, അത് വിട്ടുപോയി എന്നർത്ഥം. ആർക്ക് എന്ന് വെച്ചാൽ ശിഷ്യനല്ല, ഗുരുവിന്. ദ്വൈതേന്ദ്രജാലോ ഗളിത കസ്യ ഗുരോഹോ. അതിപ്പോ നമ്മൾക്ക് എന്താ അപ്പൊ അങ്ങനെ ഉണ്ടാവാത്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഗൂഢം, എല്ലാവരുടെ ഉള്ളിലും ഗൂഢം. ഏഷ സർവേഷു ഭൂതേഷു ഗൂഢോത്മാന പ്രകാശത്തെ ദൃശ്യതേ തു അഗ്രയാ ബുദ്ധ്യാ സൂക്ഷ്മയാ സൂക്ഷ്മദർശിഭിഃ. കഠോപനിഷത്ത് മന്ത്രാണ്. ഏഷ സർവേഷു ഭൂതേഷു ഗൂഢോത്മാന പ്രകാശത്തെ. സർവഭൂതങ്ങളിലും ഗൂഢമായിട്ടിരിക്കുന്ന ആത്മാ ന പ്രകാശത്തെ, പ്രകാശിക്കണില്ല എന്നുവെച്ചാൽ അറിയപ്പെടുന്നില്ല എന്നർത്ഥം. പിന്നെ എങ്ങനെ അറിയപ്പെടും? ദൃശ്യതേതു അഗ്രയാ ബുദ്ധ്യ. അഗ്രം എന്ന് വെച്ചാൽ ഷാർപ്പൻഡ്, സൂക്ഷ്മം. അഗ്രയാ ബുദ്ധ്യാം സൂക്ഷ്മയാ സൂക്ഷ്മദർശിഭിഃ. സൂക്ഷ്മ ദർശന ശക്തിയുള്ളവർക്ക് ആത്മാ കാണപ്പെടുന്നു. എല്ലാവരുടെ അടുത്തും ഉണ്ടായിരുന്നിട്ടും കാണണില്ല, സൂക്ഷ്മദർശികൾ മാത്രം കാണണു. എല്ലാം പ്രപഞ്ചത്തിലെല്ലാം അങ്ങനെയാണല്ലോ അല്ലേ? പല വസ്തുക്കളും പ്രകൃതിയിലുള്ളത് സൂക്ഷ്മദർശികളായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരാണ് ബാഹ്യ വിഷയങ്ങളെ, ഭൗതിക വിഷയങ്ങളെയും കാണുന്നത്. അതേപോലെ ആന്തരികമായ വിഷയവും സൂക്ഷ്മദർശികളായ ജ്ഞാനികൾ ദർശിക്കണം. നമുക്കെന്താ ദർശിക്കാൻ കഴിയാത്തതെന്ന് വെച്ചാൽ കുധീഹി, ബുദ്ധി സൂക്ഷ്മമല്ല. ശുദ്ധബുദ്ധിയല്ല, സൂക്ഷ്മബുദ്ധിയല്ല. ഒരുപാട് പഠിച്ചിട്ടുണ്ടല്ലോ. തീക്ഷ്ണബുദ്ധി. തീക്ഷ്ണബുദ്ധി എന്ന് വെച്ചാൽ പവർഫുൾ ബ്രെയിൻ, അല്ലാതെ സട്ടിലല്ല, പ്യുവർ അല്ല. പവറുണ്ട്, ആ പവർ ഡയറക്റ്റഡ് അല്ല ആത്മാവിലേക്ക്, തീക്ഷ്ണമാണ്. ഒരുപാട് കാര്യങ്ങൾ അറിയാനൊക്കെ കഴിയും, സൂക്ഷ്മല്ല. യോഗികൾക്കോ സൂക്ഷ്മബുദ്ധി. അഘൗഗദുഷ്ടകുധിയാം ഗൂഢം സ്പഷ്ടം സുധീശാലിനാം. നല്ല തെളിഞ്ഞ ബുദ്ധിയുള്ളവർക്ക് സ്പഷ്ടം, ക്ലിയർ ലൈക്ക് ഡേ ലൈറ്റ്. സ്പഷ്ടം സുധീശാലിനാം.
സ്വാന്തേ സമ്യഗിഹാനുഭൂതമപി, അവരവരുടെ ഹൃദയത്തില് സമ്യക് എന്ന് വെച്ചാൽ നല്ലവണ്ണം ഒരു സംശയവും കൂടാതെ, സംശയത്തിന് തന്നെ ഇടയില്ലാതെ അനുഭവിക്കപ്പെട്ട സത്യത്തിനെ സച്ഛിഷ്യ അവബോധായ, ശിഷ്യന്റെ അനുഭവത്തിനായിക്കൊണ്ട് എന്നുവെച്ചാൽ പറഞ്ഞുകൊടുക്കാൻ വേണ്ടിയിട്ട് സംസ്മൃതവാൻ, വീണ്ടും ഒന്ന് റീകളക്ട് ചെയ്തു എന്നാണ് ഗുരു. വീണ്ടും തന്റെ ഉള്ളിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് സംസ്മൃതവാൻ സമസ്ത ജഗതാം നൈജം എന്നുവെച്ചാൽ അത് ഗുരുവിന് മാത്രമുള്ള അനുഭവമല്ല. ഇപ്പൊ സൈക്യാട്രിയിലൊക്കെ വലിയ പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ ഓരോ രോഗങ്ങൾ, മാനിയ, ഫോബിയ ഒക്കെ പറയണ്ടല്ലോ, പലപ്പോഴും അത് കണ്ടുപിടിച്ച ആളുടെ സൂക്കേടായിരിക്കും. അത് വേറെ ഒരാൾക്കൊന്നും ആ സൂക്കേട് ഉണ്ടാവില്ല. കാരണം ഓരോരുത്തർക്കും വേറെയാണ്. മൈൻഡ് എന്ന് പറയുന്നത് ഒരാളുടെ പോലെ വേറെ ഒരാളുടെ ഉണ്ടാവുകയില്ല. ഒരാളുടെ മനസ്സ് വർക്ക് ചെയ്യണ പോലെ വേറെ ഒരാളുടെ മനസ്സ് പ്രവർത്തിക്കുകയില്ല. അതുകൊണ്ടാണ് കുറച്ചൊക്കെ സൊമാറ്റിക്, സൈക്കോസൊമാറ്റിക് എന്ന് പറയും. ഫിസിക്കൽ ലെവലിലുള്ളതിനൊക്കെ മരുന്ന് ഫലിക്കുള്ളൂ. കുറച്ച് ഡീപ്പർ ലെവലിൽ പോയാൽ ഒക്കെ ഡിഫറൻ്റ് ആണ്, ഒന്നും പിടികിട്ടില്ല. അപ്പോ മനസ്സിന്റെ കാര്യത്തിലൊന്നും എല്ലാവർക്കും ഒന്നല്ല. പക്ഷേ ഈ ആത്മാ സമസ്ത ജഗതാം നൈജം എന്നാണ്. When you touch the deepest core, you have touched the self of all. അതാണ് സർവഭൂതാത്മഭാവം എന്ന് പറയുന്നത്. എല്ലാവരുടെയും ആത്മാവായി തീർന്നിരിക്കണു ജ്ഞാനി. അയാളുടെ സാക്ഷാത്കാരത്തോടെ ലോകം മുഴുവൻ സാക്ഷാത്കൃതമായതാണ്. അയാൾക്ക് ജ്ഞാനം ഉണ്ടായപ്പോ അയാൾക്ക് അജ്ഞാനികളെ കാണാനില്ല. സൂര്യനെ എവിടെയെങ്കിലും ഇരുട്ട് കാണാൻ പറ്റുമോ? സൂര്യന്റെ അടുത്ത് പോയി ഇരുട്ടിനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവുമോ? സൂര്യന് ഇരുട്ട് സത്യമേ അല്ല. അതുപോലെ ജ്ഞാനിക്ക് അജ്ഞാനം സത്യമേ അല്ല. എല്ലാവരും ആത്മസ്വരൂപികളാണ്, എല്ലാവരും ആത്മാവാണ്, എല്ലാവരും ഭഗവത് സ്വരൂപികളാണ്. പിന്നെ എന്താ അറിയാത്തതെന്ന് വെച്ചാൽ അത് ഗോഡ് പ്ലേയിങ് ദ ഫൂൾ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷിലൊരു കവികളൊക്കെ ചിലപ്പോൾ അറിയാതെ ചിലതൊക്കെ പറയും. അതുപോലെ ഒരു കവി പറഞ്ഞു, മനുഷ്യൻ എന്ന് വെച്ചാൽ ആരാണെന്ന് വെച്ചാൽ ഗോഡ് പ്ലേയിങ് ദ ഫൂൾ. ഈശ്വരൻ തന്നെ ഒരു വിഡ്ഢിവേഷം കെട്ടി കളിക്കുകയാണ് എന്നാണ്. ഞാൻ അറിയാത്ത ആളാണ് എന്ന് പറഞ്ഞ്, അജ്ഞാനിയാണ്, എനിക്ക് ജ്ഞാനം വേണം എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. എപ്പോഴെങ്കിലുമൊക്കെ ആ വേഷം അഴിച്ചു കളിയ. വേഷഹാനത സ്വാത്മദർശനം, ഈശദർശനം സ്വാത്മരൂപത. അതിന് തയ്യാറായി കഴിയുമ്പോൾ വേഷം മാറ്റിവെക്കും. അതുവരയ്ക്കും ജീവൻ എന്നുള്ള വേഷം കെട്ടിക്കൊണ്ട് നടക്കുകയാണ്. താൻ തന്നെ പലതായിട്ട് തീരുകയാണ്. ഏകോഹം ബഹുസ്യാം. അപ്പോ നൈജം സമസ്ത ജഗതാം, എല്ലാവരുടെയും സ്വത്വമാണ്, സർവാത്മഭൂഹു. അങ്ങനെയുള്ള ആ സത്യത്തിനെ ഗുരു കണ്ടിട്ട് പറയാണ്. എന്താ പറയണത് നോക്കാം. അടുത്ത ശ്ലോകം. ദ്വൈതം മയ്യഖിലം സമുത്ഥിതമിദം മിഥ്യാമനഃ കൽപ്പിതം തോയം തോയ വിവർജിതേ മരുതലേ ഭ്രാന്തീവ സിദ്ധം നഹി യദ്യേവം ഖലു ദൃശ്യമേതദഖിലം നാഹം നവാ തന്മമ പ്രൗഢാനന്ദചിദേക സന്മയ വപുഃശുദ്ധോസ്മി അഖണ്ഡോസ്മ്യഹം. പ്രൗഢാനന്ദചിദേക സന്മയ വപുഃ ശുദ്ധോസ്മി അഖണ്ഡോസ്മ്യഹം. ഗുരു സമാധിസ്ഥിതനായിട്ട് ഗുരു തന്റെ അനുഭവത്തിനെ പറയാണ്. പ്രൗഢാനന്ദചിദേക സന്മയ വപുഃ ശുദ്ധോസ്മി അഖണ്ഡോസ്മ്യഹം. ബാഹ്യപ്രപഞ്ചത്തിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഈ പ്രപഞ്ചം ഉണ്ടെന്നും ദ്വൈതം സത്യമാണെന്നും ഒക്കെയുള്ള ഭ്രമം ഉണ്ടാവണം. അന്തർമുഖമായി നിർവികൽപ്പ സമാധിസ്ഥിതനായ ഗുരു, സമാഹിതനായ ഗുരു പറയാണ് ഇവിടെ ദ്വൈതം മനഃകൽപ്പിതം. ഈ ദ്വൈതം എന്ന് പറയുന്നത് വെറും മനസ്സിന്റെ ശക്തി കൊണ്ട് തോന്നണതാണ്.
മയി സമുത്ഥിതമിതം, എന്നിലാണ് ഇത് മുഴുവൻ പൊന്തി നിന്ന് അസ്തമിക്കണത്. നാഹം നവാ തന്മമ, ഈ ശരീരമോ ഈ പ്രപഞ്ചമോ ഒന്നും ഞാനല്ല, ഇതൊന്നും എന്റേതുമല്ല. ശരീരം ഞാനല്ല, ശരീരം എന്റേതുമല്ല. എന്നിൽ കാണപ്പെടുന്ന ഒരു വസ്തു, അത്രയേ ഉള്ളൂ. ജാഗ്രതയിൽ കാണപ്പെടുന്നു. എങ്ങനെ കാണപ്പെടുന്നു എനിക്കറിയില്ല. സുഷുപ്തിയില് എന്റെ അടുത്ത് ചോദിച്ചിട്ടൊന്നുമല്ല അത് മറഞ്ഞു പോണത്, അത് അതേപോലെ ഡിസപ്പിയർ ആവണം. അല്ലെ, കറണ്ട് പോകുമ്പോ TV ഓഫ് ആവണ പോലെ ഓഫായി പോകണം. നിങ്ങൾക്ക് എന്തെങ്കിലും കൺട്രോൾ ഉണ്ടോ? എന്റെ ശരീരമാണ്, ഇത് മാത്രം ഞാൻ ആ ഡീപ് സ്ലീപ്പ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോവാമെന്ന് പറയാൻ പറ്റുമോ? അവിടെ ആത്മാ മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഇരുപ്പ്, എക്സിസ്റ്റൻസ്, സത്ത് മാത്രമേ ഉള്ളൂ. അവിടേക്ക് ശരീരം കൊണ്ടുപോകാൻ പോലും പറ്റില്ല. വീണ്ടും ജാഗ്രതയിലേക്ക് വരുമ്പോ ഞാൻ എന്ന് തോന്നണു, മനസ്സ് പതുക്കെ വിരിയണു, ശരീരം തോന്നി, പ്രപഞ്ചം തോന്നി, എല്ലാം തോന്നി. ഈ ദ്വൈത പ്രപഞ്ചം മുഴുവൻ മയി സമുത്ഥിതം, എന്നിൽ തോന്നി, ഉണ്ടായി, നിന്ന് എന്നിൽ തന്നെ ലയിക്കണു. ഈ പ്രപഞ്ച ജാഗ്രത അവസ്ഥയിൽ കാണപ്പെടുന്ന വസ്തു ഒന്നും ഞാനല്ല. തോയം തോയവിവർജിതേ മരുതലേ ഭ്രാന്തീവ സിദ്ധം നഹി. എങ്ങനെയാ കാണപ്പെടുന്നതെന്ന് വെച്ചാൽ മരുഭൂമിയിൽ വെള്ളം കാണുന്ന പോലെ. മരുഭൂമിയിൽ ദൂരത്തുനിന്ന് നോക്കുമ്പോൾ വെള്ളം കാണും, മിറാഷ്. അടുത്ത് പോയി നോക്കുമ്പോൾ വെള്ളമൊന്നുമില്ല. ആ വെള്ളം പോയി തൊടാൻ പറ്റില്ല, മണ്ണേ തൊടാൻ പറ്റുള്ളൂ. അതുപോലെ ഈ ജാഗ്രത് അവസ്ഥയിൽ കാണപ്പെടുന്ന പ്രപഞ്ചം സ്വരൂപത്തില് സിദ്ധമേ അല്ല എന്നാണ്. ഭ്രാന്തീവ സിദ്ധം നഹി. അതൊരു വിചിത്രമായ ശക്തി കൊണ്ട് കാണപ്പെടുകയാണ്. വാസ്തവത്തിൽ സിദ്ധമല്ല. സിദ്ധം എന്ന് വെച്ചാൽ കിട്ടിയിട്ടുള്ളതല്ല എന്നർത്ഥം. ഇതൊരു ഫിലോസഫി അല്ല. നല്ലവണ്ണം വിചാരം ചെയ്ത് നോക്കണം. ഇതിനൊരു പ്രയോജനം നമ്മൾക്ക് ആത്മദർശനാണ്, അല്ലാതെ ഈ ഫിലോസഫി അല്ല പ്രയോജനം. ഈ പ്രപഞ്ചം നമുക്ക് സിദ്ധമല്ല, നമ്മളുടെ കയ്യിലില്ല, നമ്മൾക്കതിൽ യാതൊരു സ്വാതന്ത്ര്യവുമില്ല. അതുകൊണ്ടാണ് ഞാനുമല്ല എന്റെയുമല്ല എന്ന് പറയുന്നത്. ശരീരവും അതെ, ശരീരം എന്റെയും അല്ല. അതാണിപ്പോ ആളുകൾക്ക് ഒരു മനസ്സിലാവാത്തത്. എന്റെ അല്ല എന്ന് പറയുമ്പോ, എന്റെ വസ്തു എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഫുൾ നോളേജ് അല്ലെങ്കിൽ പാർഷ്യൽ നോളേജ് എങ്കിലും വേണ്ടേ? ഒന്നുമില്ലല്ലോ നമുക്കതിനെക്കുറിച്ച്. അതിനകത്തുള്ള സാധനങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ല. ഭ്രാന്തീവ സിദ്ധം നഹി. പിന്നെ ഞാൻ ആരാണ്? ഇതൊന്നും ഞാനല്ല. ഇതൊക്കെ വരികയും പോവുകയും ചെയ്യാണ്. ഇതൊക്കെ വരും പോകും. ഈ ശരീരം തന്നെ ഡീപ് സ്ലീപ്പിൽ മറഞ്ഞു പോകുമ്പോ ആ സുഷുപ്തിയിലും ഏതൊരു വസ്തു അവശേഷിക്കുന്നുണ്ടോ? അല്ലെ, സുഖമായിരുന്നു എന്ന് പറഞ്ഞു എഴുന്നേറ്റിട്ട്. അതിനൊന്ന് ആ സുഖം എന്ത് അവശേഷിക്കുന്നുണ്ടോ അതിനെയാണ് നമ്മൾ ആനന്ദം എന്ന് പറയുന്നത്. അത് മനസ്സിന്റെ അല്ല. അത് രാവിലെ എണീറ്റ് എങ്ങനെ പറയണു? അതാണ് ഒരു ചോദ്യം വേദാന്തത്തില്. എന്താന്ന് വെച്ചാൽ ഒരു ഇൻസ്ട്രുമെന്റും അതിനകത്ത് പോയി റെക്കോർഡ് ചെയ്തുകൊണ്ട് വന്നില്ല. എന്നിട്ട് എഴുന്നേറ്റിട്ട് നമ്മൾ പറയണു സുഖമായിരുന്നു എന്നൊരു പ്രൊക്ലമേഷൻ. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് സിമ്പിൾ ഇൻഫറൻസ്. അനുമാനാണോ സുഖമായിരുന്നു എന്നുള്ളത്? സുഖമായിരുന്നിട്ടുണ്ടാവണം എന്നുള്ള അനുമാനാണോ? മനനാണ്. നോക്കണം, നിങ്ങൾ നിങ്ങളുടെ അടുത്ത് നോക്കണം. വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. നോക്ക്, എന്താണ് അത്? ആ അനുഭവം എന്താ? എഴുന്നേറ്റിട്ട് സുഖമായിരുന്നു എന്ന് പറയണം. അത് അനുമാനാണോ? അതോ സ്മൃതിയാണോ?
മെമ്മറി ആണോ ഇൻഫറൻസ് ആണോ? എന്താ രാഘവേന്ദ്രജി? Is it memory or inference? When you wake up, the experience of deep sleep, that which lingers, is it a memory or inference? അനുമാനാണോ? മെമ്മറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇല്ല. Then the brain should be there to record it. If it is inference, simply it is a conjecture. മെമ്മറിയും എന്ന് പറയാൻ വയ്യ, അനുമാനം എന്ന് പറയാൻ വയ്യ. എഴുന്നേറ്റിട്ട് സുഖമായിരുന്നു എന്ന് പറയണത് ആ സുഖം തന്നെയാണ് പറയണത്. It is not the proclamation of the ego, but the revelation of the remanent thing. കുറച്ച് കഴിയുമ്പോഴേക്കും ബ്രെയിൻ വന്ന് അതിന്റെ മേലെ മൂടിക്കഴിഞ്ഞാൽ പിന്നെ മറന്നുപോകും. അത്രയേ ഉള്ളൂ. അത് വലിയ മിസ്റ്ററിയാണത്. ശരീരത്തിന്റെയോ ബുദ്ധിയുടെയോ മനസ്സിന്റെയോ ഒന്നും കവറിങ് ഇല്ലാതെയിരുന്നു. എഴുന്നേറ്റ് ഒരു ഫ്യൂ സെക്കൻഡ്സിന് അതേപോലെ ഏകദേശം ഇരിക്കുന്നുണ്ട്. എഴുന്നേറ്റിട്ടു പൂർണ്ണമായി എഴുന്നേറ്റിട്ടുമില്ല എന്നുള്ള ആ സ്ഥിതി. അപ്പോഴാണ് നമ്മൾക്ക് വീണ്ടും തിരിച്ചു പോവാനുള്ള ഒരു കൊതി തോന്നണത്. ഈ വേക്കിംഗ് സ്റ്റേറ്റിൽ എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും, എത്ര വലിയ ആളാവാൻ പോവാണെങ്കിലും, എന്തൊക്കെ സുഖവും ബഹുമാനവും ഒക്കെ ഉണ്ടെങ്കിലും, നമ്മൾക്ക് ഇതിനേക്കാളും ഒക്കെ പ്രിഫറബിൾ ദാറ്റ് സ്റ്റേറ്റ് വേർ യു ആർ നത്തിങ്. ശരീരമില്ല, മനസ്സില്ല, ബുദ്ധിയില്ല, ഒന്നും കിട്ടാനില്ല. അവിടേക്ക് തിരിച്ചു പോവാനുള്ള ഒരു കൊതി തോന്നുന്നു. ഇതൊക്കെ നമ്മൾ പിന്നെയാണ് പറയണത്, ഈ കമ്പാരിസണൊക്കെ. പക്ഷെ കമ്പാരിസണൊന്നുമില്ല അവിടെ. ഏഷ സംപ്രസാദ. ആ സംപ്രസാദത്തില് നമ്മള് നിർവിശേഷമായിട്ടിരുന്നു. പ്രൗഢാനന്ദ ചിദേക സന്മയ വപു ശുദ്ധോസ്മി അഖണ്ഡോസ്മ്യഹം. അത് വേക്കിംഗ് സ്റ്റേറ്റിൽ വരുമ്പോ മറഞ്ഞുപോയൊന്നുമില്ല. ജാഗ്രതയിൽ വരുമ്പോഴും സ്വപ്നവും സുഷുപ്തിയും ജാഗ്രതും ഒക്കെ ഉണ്ട്. സ്വപ്നത്തിലും ജാഗ്രതും സുഷുപ്തിയും ജാഗ്രതും ഒക്കെ ഉണ്ട്, സ്വപ്നമൊക്കെ ഉണ്ട്. എല്ലാ സ്റ്റേറ്റിലും എല്ലാ സ്റ്റേറ്റിന്റെയും ബീജമുണ്ട്, അജ്ഞാനം. ജാഗ്രതത്തിൽ വിചാരം ചെയ്യുന്നവന് ഈ മൂന്ന് സ്റ്റേറ്റും ജാഗ്രതയിൽ തന്നെ കാണാം. ആവരണമാണ് സുഷുപ്തി, വിക്ഷേപമാണ് സ്വപ്നം, ജാഗ്രതൊക്കെ. ജാഗ്രതത്തിൽ രണ്ടുമുണ്ട് പ്രബലമായിട്ട്. ഈ മൂന്നും ഞാനല്ല, മൂന്നിലും മാറാതെ നിൽക്കുന്ന എക്സിസ്റ്റൻസ്. ഡീപ് സ്ലീപ്പിലും ഉണ്ട്, ഡ്രീമിലും ഉണ്ട്, വേക്കിംഗ് സ്റ്റേറ്റിലും ഉണ്ട്. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി മൂന്ന് അവസ്ഥകളിലും മാറാതെ ഇരിക്കുന്ന എന്റെ സ്വം. പ്രൗഢാനന്ദ ചിദേക സന്മയ വപുഹു. ആ ആനന്ദത്തിന് എക്സൈറ്റ്മെന്റ് ഒന്നും വേണ്ട. എക്സൈറ്റ്മെന്റ് ഒരു തരത്തിൽ അതും ഒരു ദുഃഖമാണ്. സുഖത്തിനും ദുഃഖത്തിനും യോഗികളെ സംബന്ധിച്ചിടത്തോളം വലിയ വ്യത്യാസമൊന്നുമില്ല. ദുഃഖം പോലെ തന്നെ സുഖം. ലോകത്തിലെ ഏറ്റവും അധികം സൂയിസൈഡ് ചെയ്യുന്നവർ വളരെ സുഖമായിട്ടിരിക്കുന്ന ആളുകളാണ്. ദുഃഖിക്കണവരൊന്നുമല്ല, കുറേ സുഖിച്ചു കഴിയുമ്പോൾ അവർക്ക് മതിയായിട്ട് തൂങ്ങിച്ചാവുക. സിനിമ ആക്ടേഴ്സ്, സെലിബ്രിറ്റീസ്
വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെയാണ് പലപ്പോഴും സൂയിസൈഡ് ചെയ്യുന്നത്. എന്തിനാന്ന് അവർക്ക് പലർക്കും അറിയുന്നില്ല. കാരണം സുഖമും ഒരു തരത്തിലൊരു ശ്വാസം മുട്ടലാണ്. Anything that keeps you imprisoned in the ego is a torture, whether it is pleasure or pain. രണ്ടും ലിമിറ്റേഷനാണ്. ഇത് രണ്ടും എടുത്തു കളയാം. അതുകൊണ്ടാണല്ലോ സൈക്കാട്രിസ്റ്റ് കൊണ്ടുപോയാലും അവരാദ്യം ചെയ്യണത് നല്ലോണം ഉറങ്ങുക എന്ന് പറയും. ഒരു അൺകോൺഷ്യസ് സമാധിയാണത്. അത് നേച്ചർ, ഈശ്വരന്റെ റെൽമിലേക്ക് നിങ്ങളെ വെറുതെ വിടുകയാണ്. നിങ്ങൾക്ക് സ്വതന്ത്രമില്ല അവിടെ. നേരെ മറിച്ച് ജ്ഞാനം എന്ന് പറയുമ്പോൾ കോൺഷ്യസ് ആയിട്ട് സുഷുപ്തിയിൽ ഏതൊക്കെ ഇല്ലാതിരുന്നുവോ അതൊക്കെ ജാഗ്രതത്തിൽ ഇല്ല എന്നുള്ള അറിവുണ്ടാവുകയാണ്. ഇതൊന്നും ഞാനല്ല, ശരീരമോ മനസ്സോ ബുദ്ധിയോ ഞാനല്ല, ജാഗ്രതോ സ്വപ്നമോ സുഷുപ്തിയോ ഞാനല്ല. ന ജാഗ്രൻ നമേ സ്വപ്നകോ വാ സുഷുപ്തി ന വിശ്വോ നവാ തൈജസ പ്രാജ്ഞകോ വാ അവിദ്യാത്മകത്വാത് ത്രയാണാം തുരീയഃ തദേകോ വശിഷ്ട ശിവഃ കേവലോഹം. അവിദ്യാത്മകത്വാത് ത്രയാണാം, ഈ മൂന്നും അവിദ്യയാണെന്നാണ്. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ, ഈ മൂന്ന് സ്റ്റേറ്റിനോടും ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി. ജാഗ്രതത്തില് വിശ്വൻ, സ്വപ്നത്തില് തൈജസൻ, സുഷുപ്തിയില് പ്രാജ്ഞൻ. ഈ മൂന്ന് പേഴ്സണാലിറ്റിയും ഞാനല്ല. തുരീയഃ, ഈ നാലാമത്തതൊന്ന് എന്ന് വെച്ചാൽ ഈ മൂന്ന് സ്റ്റേറ്റിലും മാറാതെ നിൽക്കുന്ന ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്, സത്ത. അതാണ് എന്റെ സ്വരൂപം എന്ന് പറഞ്ഞു. പ്രൗഢാനന്ദ ചിദേക സന്മയ വപുഹു. അപ്പൊ ഈ ദൃശ്യമൊന്നും ഞാനോ എന്റെയോ അല്ല. ഞാൻ ചൈതന്യമാത്ര സ്വരൂപനാണ്, ബോധമാത്ര സ്വരൂപനാണ്. പ്രൗഢാനന്ദ ചിദേക സന്മയ വപുഹു ശുദ്ധോസ്മി അഖണ്ഡോസ്മി അഹം. ദേഹോ നാഹം അചേതനോ യമനിശം കുഡ്യാദിവന്നിശ്ചിതഃ നാഹം പ്രാണമയോപി വാം ധൃതിധൃതോ വായുർയഥാ നിശ്ചിതഃ സോഹം നാഭി മനോമയഃ കപിചല കാർപ്പണ്യദുഷ്ടോ നവാം ബുദ്ധിർബുദ്ധകുവൃത്തികേവ കുഹനാം അജ്ഞാനം അന്ധം തമഃ. നമ്മളിപ്പോ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെയാണ് വരുന്നത്. ദേഹോ നാഹം അചേതനോയമനിശം കുഡ്യാദിവൻ നിശ്ചിത. കുഡ്യം എന്ന് വെച്ചാല് മൺചൊവര്. ഒരു മൺചൊവര് പോലെ. അപ്പൊ ആ മൺചൊവരോ തൂണോ ഇതൊന്നും ഞാനല്ല എന്നിപ്പോ എനിക്ക് ആരെങ്കിലും പറഞ്ഞു തരണോ? പക്ഷെ ആശ്ചര്യം എന്താന്ന് വെച്ചാൽ ഈ ദേഹം ഞാനല്ല എന്ന് പറഞ്ഞു തരാൻ ശാസ്ത്രം വേണ്ടിയിരിക്കുമോ? ദേഹോ നാഹം അചേതനോയം അനിശം. ഇതിലെന്റെ സ്വം ഇതിലില്ല. ചേതന ഞാനാണല്ലോ. ചേതന ബോഡിയിൽ ഏത് പോർഷനിലാണോ ഉള്ളത്, ഏത് പോർഷൻ സെപ്പറേറ്റ് ചെയ്താലും അചേതനാവും അല്ലേ? എന്റെ അടുത്തുനിന്ന് അത് മാറിക്കഴിഞ്ഞാൽ അചേതനാവും. അചേതനോ യമനിശം. ദേഹോ നാഹം അചേതനോ യമനിശം കുഡ്യാദിവൻ നിശ്ചിതഃ. ചേതന ഞാൻ 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 എന്ന അനുഭവരൂപത്തിൽ സദാ ഉപലബ്ധമാണ്. നിത്യോപലബ്ധി സ്വരൂപോഹം ആത്മാ. നിത്യ ഉപലബ്ധി. ആ ചേതന ഈ ദേഹമല്ല, ദേഹസംബന്ധിയല്ല. ദേഹമോ കുഡ്യാദിവൻ നിശ്ചിത, ഒരു മൺചുമര് പോലെയുള്ള സാധനമാണ്. അപ്പൊ ഞാൻ ആരാണെന്ന് വെച്ചാൽ മൺചുമരിൽ ഒരു ഓട്ടയിട്ടാൽ, ഒരു ദ്വാരം ഇട്ടാൽ അതിൽ കൂടെ ആകാശം കാണുമെങ്കിൽ ആകാശം എവിടെ ചോദിച്ചാൽ ചുവരിലാണെന്നൊന്ന് കാണിച്ചോളൂ.
ചുവരിന്റെ ദ്വാരത്തിൽ ആകാശം കാണിച്ചു കൊടുക്കണ പോലെയാണ് ഇതിനകത്ത് ഞാനുണ്ട് എന്ന് പറയണത്. ഞാൻ പ്രൗഢാനന്ദ ചിദേക സന്മയ വപുഹു. ഞാൻ ചൈതന്യമാത്ര സ്വരൂപനാണ്. ഞാൻ ആരാണ്? എന്റെ സ്വരൂപം എന്താണ്? ദേഹത്തില് ഞാൻ എന്ന് തോന്നണുണ്ടല്ലോ, അതിന്റെ സ്വരൂപം എന്താണ്? ദേഹത്തിലാണല്ലോ തോന്നണത് അഹം അഹം അഹം. ദേഹത്തിലാണ് നമ്മൾ ട്രേസ് ചെയ്തുകൊണ്ട് പോണത് ഇതിന്റെ സ്വരൂപത്തിനെ, ഈ അഹങ്കാരത്തിനെ. അത് റിഫ്ലക്ഷനാണ്. അതിനെ അന്വേഷിച്ചു കൊണ്ടുപോകുമ്പോ ദേഹമല്ല അത്. കയ്യ്, കാല്, തല, ലിവർ, കിഡ്നി, ഹാർട്ട് ഒന്നും അതല്ല. നാഹം പ്രാണമയോപി. ഈ പ്രാണമയ ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുണ്ട്, എനർജി ഫീൽഡ്. മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോ, ധ്യാനമൊക്കെ ചെയ്യുമ്പോ അതിനെയാണ് തൊടണത്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ സ്പിരിച്വലായി എന്ന്. നല്ല സുഖമായിട്ടിരിക്കും. ധൃത നമ്മളുടെ വിൽ പവർ വെച്ചുകൊണ്ട് കുറച്ചു നേരത്തേക്കൊക്കെ പിടിച്ചു നിർത്താൻ കഴിയുമത്. അതും ഞാൻ അഹം പ്രാണമയ അഭിനവാം. തോൽ സഞ്ചിയിലടച്ച കാറ്റുപോലെയാണതെന്ന്. വായുർ യഥാ ധൃത. ഈ പ്രാണൻ ഉള്ളിൽ പിടിച്ചു നിർത്തുന്നു. പ്രാണൻ എന്ന് പറഞ്ഞാൽ ഈ കാറ്റ് മാത്രമല്ല. നമ്മളുടെ ഉപാസനയൊക്കെ പ്രാണമണ്ഡലത്തിലാണ്. പ്രാണനെ നല്ലവണ്ണം, എനർജി ഫീൽഡ് നല്ലവണ്ണം പരീക്ഷിച്ചു നോക്കുമ്പോൾ അതും നമ്മളുടെ കൺട്രോളിലില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എ സട്ടിൽ ഫോം ഓഫ് ബോഡി, അത്രയേ ഉള്ളൂ. അതും നിൽക്കില്ല. അതുകൊണ്ട് ധ്യാനിക്കുമ്പോൾ സുഖം ഉണ്ടാവും, കുറച്ചു കഴിഞ്ഞാൽ ധ്യാനം വിട്ടുപോകും, നിൽക്കില്ല. നാഹം പ്രാണമയോപിവ ധൃതോ വായുർ യഥാ നിശ്ചിത സോഹം നാപി മനോമയ കപിച്ചല. ഈ മനസ്സുണ്ടല്ലോ കുരങ്ങുപോലെ ചഞ്ചലം. കപിച്ചല. ആ മനസ്സും ഞാനല്ല. വാ കാർപ്പണ്യദുഷ്ടോനവാ ബുദ്ധി. ഞാൻ ബുദ്ധിയുമല്ല. മനസ്സ് കാർപ്പണ്യദുഷ്ടം. കാർപ്പണ്യ, കൃപണം എന്ന് വെച്ചാൽ കഞ്ചൂസ് എന്നർത്ഥം, പിശുക്കൻ. മനസ്സിന് ആചാര്യസ്വാമി പിശുക്കൻ എന്നാണ് പറയണത്. എന്താ കൃപണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അജ്ഞാനത്തിന്റെ രൂപമാണ് മൈൻഡ്. മൈൻഡ് മീൻസ് ഇഗ്നറൻസ്. യോഗികൾ മനസ്സിന് പറയുന്ന ഡെഫിനിഷൻ ചിത്തവൃത്തി എന്നാണ്. വേദാന്തികൾ മനസ്സിന് പറയുന്ന ഡെഫിനിഷൻ ഇഗ്നറൻസ് എന്നാണ്. മൈൻഡ് ഈസ് നത്തിങ് ബട്ട് ഇഗ്നറൻസ്, അജ്ഞാനം. അജ്ഞാനം ഉണ്ടോ ചൈതന്യത്തിനെ നിങ്ങൾ മനസ്സെന്ന് വിളിക്കും. ജ്ഞാനം വന്നാൽ മനസ്സ് തന്നെ ചൈതന്യ സ്വരൂപമാണ്, അന്യമൊന്നുമില്ല. മനസ്സ് ആത്മാവിൽ തോന്നുന്ന ഒരു ശക്തിസ്പന്ദനം മാത്രമാണ്. ആകാശത്തിൽ കാണുന്ന നീല കളർ പോലെ ആത്മാവില് മനസ്സ് തോന്നുന്നു. നീല കളർ ഉണ്ടോ അന്വേഷിച്ചു നോക്കുമ്പോ? ആകാശത്തിലെ നീലിമയെ അന്വേഷിച്ചാൽ കിട്ടുമോ? അതുപോലെ തന്നെ മനസ്സിനെ അന്വേഷിച്ചാൽ മനസ്സൊന്നും കാണാനില്ല. അവിടെ ബോധം മാത്രമേ ഉള്ളൂ, ചൈതന്യം മാത്രമേ ഉള്ളൂ. ഇവിടെ ഇരുന്ന് നിങ്ങൾ എന്തൊക്കെ ലോജിക്ക് പറഞ്ഞാലും ആ നീല കളർ ഉണ്ടല്ലോ എന്ന് പറയും, അല്ലേ? അതേപോലെ മനസ്സ് ആകാശത്തിൽ കാണുന്ന നീലിമ പോലെ ആത്മാവിൽ തോന്നുന്നതാണ്. അതിന് കളറൊക്കെ ഉണ്ട്, പക്ഷെ കാണും പലതും. അപ്പൊ മനസ്സ് അജ്ഞാനം മാത്രമാണ്. കാർപ്പണ്യം എന്ന് വെച്ചാൽ അജ്ഞാനം എന്നർത്ഥം. പിശുക്കൻ എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ആത്മാവിനെ കാമമായിട്ടും ക്രോധമായിട്ടും അഭിമാനമായിട്ടും വീടായിട്ടും ഭാര്യയായിട്ടും ഭർത്താവായിട്ടും ഓലനായിട്ടും അവിയലായിട്ടും സാമ്പാറായിട്ടും മോരായിട്ടും കടുകുമാങ്ങയായിട്ടും സ്ഥാനായിട്ടും മാനായിട്ടും
ജാഗ്രതായിട്ടും സ്വപ്നായിട്ടും ഉറക്കായിട്ടും ഒക്കെ മാറ്റണ ശക്തി മനസ്സാണ്. അഖണ്ഡമായ വസ്തുവിനെ ബിട്ടാക്കി പിരിച്ച് നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്ത് ഇതാണെന്ന് പറഞ്ഞ് തൽക്കാലത്തേക്ക് നിങ്ങളെ അതാത് ചെറിയ ചെറിയ കൂടുകളിൽ പിടിച്ചിടുന്ന പിശുക്കനാണ് ഈ മനസ്സ്. നിങ്ങളുടെ സ്വത്വം നിങ്ങൾക്ക് തരാതെ നിങ്ങളെ ലിമിറ്റ് ചെയ്ത് ചെറിയ ആളാക്കി പറഞ്ഞ് നിങ്ങൾക്കിത് അപ്പൊ കാമം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കാമം തോന്നി, നിങ്ങൾക്ക് കോപം ഉണ്ടെന്ന് പറഞ്ഞാൽ കോപം തോന്നി, നിങ്ങൾക്ക് അസൂയ ഉണ്ടെന്ന് പറഞ്ഞാൽ അസൂയ തോന്നി, നിങ്ങൾക്കിത് രോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ രോഗം തോന്നി, നിങ്ങൾക്ക് ശരീരം ഉണ്ടെന്ന് പറഞ്ഞാൽ ശരീരം തോന്നി, നിങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ട് ഡിപ്രഷനാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടഞ്ഞുകൂടിയിരിക്കും. ആര് പറഞ്ഞു? മനസ്സ് പറയാണ്. അതാണ് ശങ്കരാചാര്യസ്വാമി പറയണത്. ശ്രുതി പറയണത് നിശ്ചയിക്കണില്ലയോ, മനസ്സ് പറയണത് നിശ്ചയിക്കണമല്ലോ. ഗുജറാത്തിലൊരു മഹാത്മാ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ശിഷ്യൻ പറഞ്ഞു, ഭയങ്കര ശണ്ട ആശ്രമത്തില്. അപ്പൊ പറഞ്ഞു, സ്വാമി ചോദിച്ചു, എന്തിനാ ശണ്ട കൊണ്ടെന്ന് ചോദിച്ചു. അയാൾ എന്നെ കഴുതേന്ന് വിളിച്ചു എന്ന് പറഞ്ഞു, വേറെ ഒരാൾ. അതിനെന്താപ്പോ, എന്നാലും അങ്ങനെ വിളിക്കാൻ പാടുമോ? എത്ര പ്രാവശ്യം വിളിച്ചു? എത്ര പ്രാവശ്യം ആയാലും എന്താ, ഇന്നലെ വിളിച്ചു ഒരു പ്രാവശ്യം. ഞാനൊരു 1000 പ്രാവശ്യം തന്നെ ബ്രഹ്മം എന്ന് വിളിക്കണമെന്ന് അത് കേൾക്കണില്ല. അയാൾ ഒരു പ്രാവശ്യം കഴുതേന്ന് വിളിക്കുമ്പോഴേക്കും നിനക്കത് വലിയ കാര്യമായിരുന്നു. അപ്പൊ നിന്റെ വിശ്വാസം എന്താ? നിനക്ക് എവിടെ വിശ്വാസം? ഒരു പ്രാവശ്യം കഴുതേന്ന് വിളിക്കുമ്പോഴേക്കും അതിൽ വലിയ വിശ്വാസമായി. ഒന്ന് മനസ്സിൽ പറയണേ, അയാൾക്ക് ശരിയതാണ്. അപ്പൊ മനസ്സ് കാർപ്പണ്യദുഷ്ടം. കാർപ്പണ്യം എന്ന് പറയണ ഒരു രോഗം മനസ്സിലുണ്ട്. അതാണ് അർജുനൻ പറയണത് ഗീതയിലെ കാർപ്പണ്യദോഷ ഉപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം എന്ന് ഭഗവാന്റെ അടുത്ത് പറയണം. ഭഗവാനെ, എനിക്ക് കാർപ്പണ്യോ മാനിയ പിടിച്ചിരിക്കുകയാണെന്ന്. കാർപ്പണ്യദോഷ ഉപഹത സ്വഭാവ, എന്റെ സ്വഭാവം കാർപ്പണ്യദോഷം കൊണ്ട് ബാധിച്ചിരിക്കുകയാണ്. കൃപണന്റെ ഭാവം, കോംപ്ലക്സ് എന്നൊക്കെ നമ്മൾ പറയണ്ടല്ലോ, അതൊക്കെ തന്നെ അതിന്റെ വകഭേദങ്ങളാണ്. ഈ കാർപ്പണ്യദോഷത്തിന്റെ മനസ്സിന്റെ സ്വഭാവത്തിന്റെ പേരാണ് കാർപ്പണ്യദോഷം. കൃപ എന്ന് നമ്മൾ പറയില്ലേ, കൃപ അല്ലെ, അതും ഒരു തരത്തിലെ കാർപ്പണ്യത്തിന്റെ രൂപമാണ്. എന്നുവെച്ചാൽ സ്വയം അഖണ്ഡ സ്വരൂപനായ നമ്മള് ആരെങ്കിലും മുമ്പിൽ പോയിട്ട് കൃപ തരുവോ അങ്ങയുടെ കൃപ വേണമെന്ന് പറയണത് ഒരു പിച്ചക്കാര സ്വഭാവമാണ്. നാഹം ത്വാം ഭൃത്യവദ്യാജേ കിന്തു ത്വമേവാഹമസ്മി എന്ന് ആചാര്യസ്വാമി ഈശാവാസ്യോപനിഷത് ഭാഷ്യത്തില് യോസാവസോ പുരുഷ സോഹമസ്മി എന്ന മന്ത്രത്തിന് ഭാഷ്യം പറയുമ്പോ, ഞാനൊന്നും പിച്ചക്കാരനെ പോലെ നിന്റെ അടുത്ത് ചോദിക്കണില്ല എന്നാണ് ദേവന്റെ അടുത്ത് പറയാ. സോഹമസ്മി, നീ വേറെയല്ല, ഞാൻ വേറെയല്ല. ഞാനൊന്നും എന്റെ അടുത്ത് അയ്യോ കൃപ തരൂ ചോദിക്കണില്ല. അതും ഒരു തരം പിച്ചയാണല്ലോ അല്ലേ, അതും ഒരു തരത്തിലുള്ള ഒരു യാചനയാണല്ലോ, അതും ഒരു കാർപ്പണ്യദോഷം. അതും മൈൻഡാണ് പറയണതേ. അതായത് നമ്മൾക്ക് ഗുരു പറയണത് കേൾക്കാൻ തയ്യാറല്ല. ഗുരു ഇത്രയും പറഞ്ഞിട്ടും ഇനി കൃപ തരുമോന്ന്, വേറെ എന്തോ ഒരു ട്രിക്ക് എന്തോ തരുമോന്നാ ചോദിക്കണ, ടെക്നിക്കാണ്. അവിടെയും കാർപ്പണ്യദോഷമാണ്. കൃപണസ്യ ഭാവ. കാണാനൊക്കെ നന്നായിരിക്കും, പക്ഷേ അതൊരു തരത്തിൽ അതൊരു രോഗാണ്. അതൊരു രോഗമാണ്. കൃപയെ കാണുമ്പോൾ മനസ്സിലാക്കാം, ദാറ്റ് ഈസ് എ ഡിഫറെന്റ് തിങ്. അവിടെ നിങ്ങൾ ചോദിക്കോ യാചിക്കോ ഒന്നും ചെയ്യുന്നില്ല. കൃപ നമ്മൾ പേര് പറയണത് ആത്മാവിന്റെ ശക്തിയാണ്, വിച്ച് ഇൻസ്റ്റന്റേനിയസ്ലി അനിഹിലേറ്റ്സ് ഇഗ്നറൻസ്. അത് ആത്മശക്തിയാണത്. മറ്റേത് മൈൻഡ് വെച്ചുകൊണ്ട് എനിക്ക് കൃപ തരുമെന്ന് ചോദിക്കുന്നതും ഒരു ഭിക്ഷയാണ്.
അപ്പൊ കാർപ്പണ്യദോഷ ഉപഹത സ്വഭാവ. ഈ കാർപ്പണ്യദോഷാണ് ഇവിടെ പറഞ്ഞത്. മൈൻഡിന്റെ സ്വഭാവം കാർപ്പണ്യദുഷ്ടോ നവാം. അത് ഈ കൃപണഭാവം കൊണ്ട് ദുഷ്ടമാണ് ഈ മനസ്സ്. അത് ലിമിറ്റഡ് ആണ്. അത് ആ പേഴ്സണാലിറ്റി ലെവലിൽ നിൽക്കുന്നതാണ്. അത് അഖണ്ഡമായ നമ്മളുടെ സ്വരൂപത്തിനെ മറച്ച് നമ്മളെ ഒരു ജീവനാണെന്ന് ബോധിപ്പിച്ച്, ശരീരമുണ്ടെന്ന് ബോധിപ്പിച്ച്, നമുക്ക് ദുഃഖത്തിനെ തന്ന് നമ്മളെ പിടിച്ച് ഇംപ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫോഴ്സാണ്. അപ്പൊ ഈ മൈൻഡ് ഉണ്ടല്ലോ, മനസ്സ്, അത് ഞാനല്ല. പിന്നെ ബുദ്ധിയോ അതിനേക്കാളും സട്ടിൽ ലെവലിലാണ് ബുദ്ധി. ആദ്യം ശരീരം, ശരീരത്തിന്റെ അടുത്ത പ്ലെയിനാണ് പ്രാണൻ. ആ പ്രാണനാണ് എനർജി ഫീൽഡ്. ആ പ്രാണന്റെ മണ്ഡലത്തിലാണ് ഈ ഉപാസനകൾ, ടെക്നിക്സ്, മെത്തേഡ്സ് ഒക്കെ, വിദ്യ എന്ന് പറയണത്. ഇപ്പൊ പല ഉപാസനാ പദ്ധതികളൊക്കെ ഉണ്ടല്ലോ അല്ലെ. എല്ലാ സ്ഥലത്തും പ്രാണായാമ കോഴ്സൊക്കെ പലരും നടത്തുന്നുണ്ട്. അതൊക്കെ പ്രാണന്റെ മണ്ഡലത്തിലുള്ളതാണ്. അതൊരു വഴിയാണ്. അതൊരു ഉപാസന ഒരു ലെവലില് ഇറ്റ് ഹെൽപ്സ് യു. അത് ഉപാസനയുടെ ഒരു ഭാഗമാണ്. ഇതൊക്കെ തന്നെ ഋഷികൾ വിദ്യ എന്നുള്ള പേരിൽ ഉപനിഷത്തുകൾ പറയുന്ന പല കാര്യങ്ങളാണ്. അതൊക്കെ തന്നെ ഒരു രീതിയിൽ അറിഞ്ഞ് പതുക്കെ പതുക്കെ പ്രാണമണ്ഡലത്തിനെ സംക്രമണം ചെയ്യാൻ സഹായിക്കും. ഏതത് അന്നമയമാത്മാനമുപസംക്രമ്യ, ഏതം പ്രാണമയമാത്മാനമുപസംക്രമ്യ, ഏതം മനോമയമാത്മാനമുപസംക്രമ്യ, ഏതം വിജ്ഞാനമയമാത്മാനമുപസംക്രമ്യ, ഏതം ആനന്ദമയമാത്മാനമുപസംക്രമ്യ. ഇങ്ങനെ സംക്രമണാണ്. അപ്പൊ പ്രാണൻ എന്ന് പറയുന്ന എനർജി, ശക്തി, അത് സമാപിച്ച ശേഷമാണ് ബ്രഹ്മവിദ്യ പറഞ്ഞു കൊടുക്കുന്നത്. സമ്പ്രദായം അങ്ങനെയാണ്. ആചാര്യസ്വാമി കേനോപനിഷത്ത് ഭാഷ്യം, പദഭാഷ്യം പദഭാഷ്യം പറയുമ്പോ പറയണ്ട്, ഇത്രയും നേരം നമ്മള് പ്രാണവിദ്യയെക്കുറിച്ച് വേദം പറഞ്ഞു, ഇതൊക്കെ സമാപിച്ചിരിക്കുന്നു, ഇനി ബ്രഹ്മവിദ്യ തുടങ്ങാം. അപ്പൊ പ്രാണവിദ്യയെക്കുറിച്ചുള്ള ഉപാസനകള്, വിശപ്പ്, ഇപ്പൊ ഏകാദശി ഇന്ന് നാളെയും 2 പക്ഷമുണ്ട്. ഇപ്പൊ ഏകാദശി എന്ന് പറയുമ്പോ ഉപവസിക്കുക ഒരു പ്രാണവിദ്യയാണ്. പ്രാണനെ ഊർജ്ജസ്വലാക്കാനുള്ള ഒരു വിദ്യയാണത്. ഇന്ദ്രിയ നിഗ്രഹം ഒരു പ്രാണവിദ്യയാണ്. കണ്ണ്, ചെവി, മൂക്കൊക്കെ പ്രാണനാണ്. ഒക്കെ പ്രാണനാണ്. പ്രാണൻ എന്ന് പറഞ്ഞാൽ ഈ കാറ്റു മാത്രമല്ല, എനർജി ഇൻ ഓൾ ഫോംസ്. ആ പ്രാണൻ ആത്മാവിന്റെ സ്ഥൂല ശക്തിയാണ്. പ്രാണനേക്കാളും സൂക്ഷ്മശക്തിയാണ് മനസ്സ്. മനസ്സിനേക്കാളും സട്ടിൽ ലെവലിലുള്ള പവറാണ് ബുദ്ധി. ബുദ്ധി കൊണ്ടൊന്ന് സങ്കല്പിച്ച് നിശ്ചയിച്ച അതിനുപോലെയൊക്കെ ഭാവന ചെയ്യുന്ന പവറാണ് മൈൻഡ്. അതിനുപോലെയൊക്കെ സാധനങ്ങളെ പതുക്കെ പതുക്കെ ഉണ്ടാക്കുന്ന ഫോഴ്സാണ് പ്രാണൻ. അതിനെ സ്ഥൂല രൂപത്തിൽ കൊണ്ടുവരുന്ന ഫോഴ്സാണ് അന്നം. എല്ലാം പ്രപഞ്ചത്തിലെല്ലാം അങ്ങനെ കാണപ്പെടുന്നതാണ്. സൂക്ഷ്മത്തില് ബുദ്ധി തീരുമാനിക്കും, മനസ്സ് സങ്കല്പിക്കും, പ്രാണൻ അതിനുവേണ്ട സാമഗ്രികളൊക്കെ ഒരുക്കുകൂട്ടും, അന്നം അതിനെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരും. എല്ലാം അങ്ങനെയാണ്. ബുദ്ധി കൊണ്ട് തീരുമാനിച്ചാൽ അതിനനുസരിച്ച് മനസ്സ് പ്രവർത്തിച്ചോളൂ. നോക്കിക്കൊള്ളാം നിങ്ങൾ. ഒരു സങ്കല്പം മാറ്റിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് മനസ്സ് പ്രവർത്തിച്ചോളൂ. അതിനനുസരിച്ച് മനസ്സ് ഭാവന ചെയ്തോളും. ഇതാണ് എനിക്ക് മുഖ്യമെന്ന് തീരുമാനിച്ചാൽ പിന്നെ അതിനെക്കുറിച്ചേ ഭാവന ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അധ്യാത്മജീവിതമാണ് മുഖ്യമെന്ന് തീരുമാനിച്ചാൽ അതിനനുസരിച്ച് ഭാവന ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ബുദ്ധിയിൽ, അതുകൊണ്ടാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിച്ചത് ആദ്യം ഇവരുടെ ബുദ്ധിയെ നമ്മളുടെ വശത്താക്കിയാലേ ഇവരെ നമ്മളെ അടിമയാക്കാൻ പറ്റുള്ളൂ. ശരീരത്തിന് അവര് വിജ്ഞാനമയ കോശത്തിൽ പോയി നമുക്ക് സ്ലേവറി തന്നതാണ്. ഇപ്പൊ മുസ്ലിം അറ്റാക്ക് കാലത്തൊക്കെ ഫിസിക്കൽ ലെവലിലേ വന്നുള്ളൂ. അവര് ശരീരത്തിനെയാണ് അറ്റാക്ക് ചെയ്തത്. ബ്രിട്ടീഷുകാരൻ വിജ്ഞാനമയ കോശത്തിനെയാണ് അറ്റാക്ക് ചെയ്തത്. അവിടെ വന്നിട്ട് പറഞ്ഞു, ഇവര് നല്ലവണ്ണം ഇംഗ്ലീഷ് പഠിപ്പിക്കുക, ഇവരുടെ ഋഷികൾ വിവരമില്ലാത്തവരാണെന്ന് പറഞ്ഞു കൊടുക്കുക,
ഇവരുടെ പ്രാചീനമായിട്ടുള്ളതിലൊന്നും ഇവർക്ക് റെസ്പെക്ട് ഇല്ലാതാക്കുക. അപ്പോ ഇവർ നമ്മളുടെ അടിമയാവും. അപ്പൊ ബുദ്ധിയുടെ മണ്ഡലത്തില് ചില അറിവുകളൊക്കെ സപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ തന്നെ നോക്കൂ, ആളുകളൊക്കെ തന്നെ അറിവ് കൊണ്ടാണ് കൺട്രോൾ ചെയ്യപ്പെടുന്നത്. പലതും മനസ്സിലാക്കി വെക്കണം. അതൊക്കെ ഹൃദയഗ്രന്ഥിയായിട്ട് മാറുകയാണ്. അറിവ് ഒരു ബ്ലോക്കായിട്ട് മാറുകയാണ്. എന്ത് പറഞ്ഞാലും അറിവ്. ഇപ്പൊ ഡോക്ടർ ഇടയ്ക്ക് പറയും, വരുന്ന പേഷ്യൻസ് ഒക്കെ തന്നെ ഇന്റർനെറ്റും മറ്റുമൊക്കെ നോക്കി ഒരു 3/4 രോഗമൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് മരുന്ന് കൊടുക്കാനേ പറ്റില്ല. 3/4 രോഗം മനസ്സിലാക്കുക എന്ന് വെച്ചാൽ 3/4 കിണർ കടക്കുക എന്നർത്ഥം. 3/4 കിണർ കടന്ന എങ്ങനെയുണ്ടാവും? തമിഴിൽ ചൊല്ലുണ്ട്, പാതി കിണത്തെ താണ്ടത് എന്ന് ചൊല്ലുക. ആദ്യ കിണത്തെ താണ്ട മുടിയുമാ നാം 3/4 ഭാഗം കിണർ കിടക്കണ പോലെയാണ്. അപ്പൊ അതുപോലെ ഇതൊക്കെ ബ്ലോക്കാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലോക്കായി, അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബ്ലോക്കായി. വേണ്ടാത്തതൊക്കെ അറിഞ്ഞു മനസ്സിലാക്കി വെച്ച് അതിനനുസരിച്ച് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുക. അതാണ് ബുദ്ധി കുവൃത്തികേവ കുഹന എന്ന് പറഞ്ഞ ആചാര്യസ്വാമി. പലവിധ വൃത്തികൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഇഗ്നറൻസ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഇതിന്റെ ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് കാണാം. പലതും മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ബ്ലോക്കായി. പേപ്പർ വായിച്ചു, എന്തെങ്കിലുമൊക്കെ അവര് വായി തോന്നിയതൊക്കെ എഴുതും. അത് ഇന്ന് മീഡിയ മുഴുവൻ അതാണ് ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ ബുദ്ധിയെ നശിപ്പിക്കുക. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഉള്ളില് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധി അതിനനുസരിച്ച് പിന്നെ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ശാസ്ത്ര സജ്ജന പരോഭവ എന്ന് യോഗവാസിഷ്ഠത്തിൽ വസിഷ്ഠൻ രാമനോട് പറഞ്ഞു, രാമ, ശാസ്ത്രവിചാരവും സജ്ജനങ്ങളുടെ സമ്പർക്കവും ആത്മവിചാരവുമായിട്ട് ഇരിക്കൂ. ഹേ സുസന്മതേ, നിനക്ക് നല്ല ബുദ്ധിയുണ്ട്, ഈ ബുദ്ധിയെ ശാസ്ത്രത്തിലും സജ്ജന സമ്പർക്കത്തിലും വിടൂ, അല്ലെങ്കിൽ അപകടമാണ്. അതുകൊണ്ട് ബുദ്ധിയിൽ ആദ്യം തത്വനിശ്ചയം ഉണ്ടാവട്ടെ. നിശ്ചയം നല്ലവണ്ണം ദൃഢം. ഇഫ് യു ആർ റിയലി കൺവിൻസ്ഡ്, യുവർ മൈൻഡ് വിൽ ഫോളോ ദ സൂട്ട്. ശരിയായ കൺവിക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ധ്യാനമൊക്കെ തനിയെ വന്നോളും. എന്താന്ന് വെച്ചാൽ മനസ്സൊക്കെ ബുദ്ധിയുടെ സെർവന്റ് മാത്രമാണ്, അധ്യവസായത്തിന്റെ സെർവന്റ് മാത്രമാണ് സങ്കല്പം. നമ്മൾ തീരുമാനിച്ചു ഇതാണ് ജീവിത ലക്ഷ്യം, അപ്പൊ അതിനനുസരിച്ച് മനസ്സ് പിന്നെ ഒരുപക്ഷെ പഴയ ഹാബിറ്റൊക്കെ ബാക്കി നിന്നാലും കുറെ കഴിയുമ്പോൾ ഒക്കെ റിവേഴ്സ് അടിച്ചിങ്ങോട്ട് പോരും. നമ്മൾക്കിപ്പോ ഒരു ലക്ഷ്യം, ഇപ്പൊ ഇവിടേക്ക് വരണം തീരുമാനിക്കും, വഴിയിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് നിന്നാലും ഈ ടൈം കോൺഷ്യസ് ആയതുകൊണ്ട് ഇവിടെ എത്തണ്ടല്ലോ, നമ്മള് എങ്ങനെയെങ്കിലും ഓടി പിടിച്ചല്ലേ. അതേപോലെ ബുദ്ധി ആ കുവൃത്തി കുഹന എന്ന് വെച്ചാൽ ചതി പറ്റിക്കല്. അതാണ് നിരസ്ത കുഹകം സത്യം പരം ധീമഹി. ഭാഗവതം തുടങ്ങുമ്പോൾ തന്നെ ആ കുഹകത്തിനെ നിരസ്തം, ജ്ഞാനം കൊണ്ട് അജ്ഞാനം നിരസിക്കപ്പെടണം, ആവരണം നിരസിക്കപ്പെടണം. ഇപ്പൊ ബുദ്ധിയിലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ആ നിശ്ചയിച്ചു കഴിഞ്ഞാൽ, ബുദ്ധി കൊണ്ട് ഒന്ന് നിശ്ചയിച്ചാൽ തദേവ സങ്കല്പയതി, തദനുസരണം കർമ്മ കുരുത്തെ, അതേ സങ്കല്പിക്കും, അതിനനുസരിച്ച് പ്രവർത്തിക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഒരു വേദകാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ആദ്യം അധ്യവസായം ഉണ്ടാക്കാനാണ് സങ്കല്പം ചെയ്യണത്. മമോപാത്ത സമസ്ത എന്ന് പറഞ്ഞ അപ്പൊ ആ സങ്കല്പം വളരെ പ്രധാനമാണ്. അപ്പൊ ബുദ്ധി ഉണ്ടല്ലോ, ബുദ്ധിയില് സങ്കല്പിക്കണത് ബ്രഹ്മവിദ്യ ആയാൽ ബാക്കിയൊക്കെ അതിനനുസരിച്ചൊക്കെ പ്രവർത്തിക്കും. പക്ഷെ ബുദ്ധിയിൽ സങ്കല്പിച്ചാൽ മാത്രം മതിയോ, പോരാ. കുവൃത്തിക്കേവ കുഹന. അതാണ് ശങ്കരാചാര്യസ്വാമികൾ ബ്രഹ്മസൂത്ര ഭാഷ്യത്തില് തർക്ക അപ്രതിഷ്ഠാനാത് ഏവമപി അവിമോക്ഷ പ്രസംഗ തർക്കസ്യ അപ്രതിഷ്ഠാനാത് എന്ന സൂത്രത്തിന് ഭാഷ എഴുതുമ്പോ പറഞ്ഞു, ഒരാൾ യുക്തി കൊണ്ട് ഒന്ന് നിശ്ചയിച്ച് പറഞ്ഞാൽ വേറെ ഒരാൾക്ക് അതിനേക്കാളും ബുദ്ധി ഉണ്ടെങ്കിൽ അയാൾ യുക്തി കൊണ്ട് ഇതിനെ മാറ്റിക്കളയും. നമ്മളുടെ യുക്തിക്കൊന്നും ബലമില്ല. കേവല തർക്കസ്യ വിപ്രലംബകത്വം എന്ന് പറഞ്ഞു, ചതിക്കും. നമ്മൾ വിചാരിക്കും നല്ല ക്ലീൻ ആണെന്ന് വിചാരിക്കും, അതൊക്കെ മാറ്റിമറിക്കാൻ അധികം സമയമൊന്നും വേണ്ട. ഇപ്പൊ ഭൂമി ഉരുണ്ടതാണ്, നമുക്കൊക്കെ നല്ല ഉറപ്പാണ് അല്ലേ.
ഇതേപോലെ ഉറപ്പായിരുന്നു കുറെ വർഷങ്ങൾ മുമ്പ് ആളുകൾക്ക് ഇത് പരന്നതാണെന്നുള്ളത്. ഇതേപോലെ ഉറപ്പായിരുന്നു. അന്ന് ഉരുണ്ടതാണെന്ന് പറഞ്ഞവരെയൊക്കെ വിഷം കൊടുത്തിട്ടൊക്കെ കൊന്നു. ഞങ്ങൾക്കിപ്പോ തെളിവുണ്ട് എന്നൊക്കെ നമ്മളിപ്പോ പറയും. ഈയിടെ എന്നോട് ഒരാൾ ചോദിച്ചു, ഭൂമി ഉരുണ്ടതാണെന്ന് എങ്ങനെ നിശ്ചയിക്കുന്നു? അല്ല, ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ, ഫോട്ടോ എടുത്തിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു, അതിപ്പോ ഫാന് ചുറ്റിക്കൊണ്ടിരിക്കുമ്പോ വട്ടത്തിലാണ് തോന്നുന്നത്, നിർത്തിയാലല്ലേ അറിയുള്ളൂ അത് ലീഫാണെന്ന്. അതുപോലെ ഇത് ചുറ്റിക്കൊണ്ടിരിക്കുകയല്ലേ, നമുക്ക് എങ്ങനെ അറിയും? നിന്നാലല്ലേ അറിയുള്ളൂ അതിന്റെ ഷേപ്പ് എന്താണെന്ന്. അത് നിൽക്കണില്ലല്ലോ എന്നാണ്. അത് ശരിയാ, അത് നീ എവിടെയെങ്കിലും എഴുതൂ, അല്ല പേപ്പറിലോ ശാസ്ത്ര മാഗസീനിൽ വലുത് എഴുതും, അപ്പൊ നമുക്ക് നോക്കാം. ഇത്രയേ ഉള്ളൂ. യുക്തി വിചാരം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തിനേയും ചോദ്യം ചെയ്യാം. അതാണ് കുവൃത്തിക്കേവ കുഹന എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ബ്രെയിനിലും അതിരുകടന്നൊരു വിശ്വാസമൊന്നും വേണ്ട. വലിയ വലിയ യുക്തിവാദികളൊക്കെ, യുക്തിവാദികൾ എന്ന് പറഞ്ഞ് പലതിനെയും നിഷേധിച്ച് നടന്ന ആളുകൾ. എന്റെ കുട്ടിക്കാലത്ത് വലിയ യുക്തിവാദിയായിട്ടിരുന്ന ഒരാള്, എന്താടോ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ, ആറ്റമാണോ മോളിക്യൂളാണോ എന്നൊക്കെ ചോദിക്കും ഞങ്ങളോട്. അങ്ങനെയുള്ള ആള് കുറെ കാലം കഴിഞ്ഞിട്ട് ഒരു പച്ചക്കറി കടയിൽ നോക്കുമ്പോ, ഇവിടുന്ന് ഇതുവരെ ചന്ദനക്കുറി, ഒരു പച്ചക്കറി കടയിൽ എതിർച്ചയെ കണ്ടതാ. എന്താ ഇപ്പൊ പൂജയും, അത് വേദാന്തത്തിലേക്കൊന്നും വരില്ല, അത് നേരെ മന്ത്രവാദം. അതാണ്. അപ്പോ ഇവരുടെ യുക്തിക്ക് ഇത്രേ ബലമുള്ളൂ എന്നാണ്. എന്നുവെച്ചാൽ അങ്ങനെയൊക്കെ യുക്തിവാദം പറഞ്ഞ ആള് നേരെ വേദാന്തത്തിലേക്കോ ബ്രഹ്മവിദ്യയിലേക്കോ നല്ല ഗംഭീരമായ ശാസ്ത്രത്തിലേക്ക് വന്ന അതിലേക്കൊന്നും വരില്ല. നേരെ മന്ത്രവാദം, പ്രായശ്ചിത്തം. എന്താന്ന് വെച്ചാൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തകരാറ് പറ്റിയാൽ മതി പിന്നെ പോണത്. ഈ യുക്തിവാദി ആദ്യം പോണത് ഒരു പ്രശ്നം വെപ്പിക്കാനാണ്. പിന്നെ അയാൾ പറയണതൊക്കെ ചെയ്യും. ധൈര്യച്യുതി വന്നു പോകും. ബുദ്ധിയിലും ധൈര്യമില്ല. ബുദ്ധിയിലും ധൈര്യമൊന്നുമില്ല. ധൈര്യമൊക്കെ നമുക്ക് വെറുതെ നല്ല യൗവനം ബലമൊക്കെ ഉള്ളപ്പോ കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ധൈര്യമായി, മറ്റുള്ളവരെ എതിർക്കാനൊക്കെ ധൈര്യമായി, അവനവന് ജീവിതം, കുടുംബം, കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഒരു ഇളക്കം തട്ടിയാൽ മതി, ഈ ബുദ്ധിയിലുള്ള ധൈര്യമൊക്കെ പോകും. അപ്പൊ പിന്നെ എവിടെ പോയി പൂജ ചെയ്യണം, എവിടെ പോയി അർച്ചന ചെയ്യണം, ഏത് അമ്പലത്തിൽ പോയാൽ കാര്യം നടക്കും ഒക്കെ അന്വേഷിക്കും. എന്താന്ന് വെച്ചാൽ ധൈര്യം പോയി. ബുദ്ധി എന്തൊക്കെയോ യുക്തിയൊക്കെ പറയണ്ടേ, ഇതൊന്നും ശരിയല്ല എന്ന് പറയണ്ട, അതൊന്നും പറ്റില്ല. അതൊക്കെ അപ്പൊ പോയി പോകും. കുവൃത്തിക്കേവ കുഹനാം. ഈ ബുദ്ധിക്ക് ധൈര്യമൊന്നുമില്ല അതിന്. അത് കുവൃത്തിയാണ്. അത് ഓരോരിക്കും ഓരോന്ന് പറയും. പറയണ കാലത്ത് എന്തൊക്കെ പറയണോ അതൊക്കെ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യും. യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത. നമസ്തസ്യൈ 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 നമോ നമഃ. ആ ബുദ്ധിയാവുന്ന ദേവി നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പഠിക്കുക എന്ന് പറയണതുണ്ടല്ലോ, വളരെ ജാഗ്രതയായിട്ട് ചെയ്യണം. അതാണ് ശ്രുതി അനുഗ്രഹീത തർക്കം എന്ന ആചാര്യസ്വാമി പറയണത്. വേദം കാണിച്ചു തരുന്ന മാർഗത്തിൽ ആ ട്രാക്കിന്റെ ഉള്ളിൽ ബുദ്ധിയെ വിടണം. ആചാര്യന്മാരുടെ വഴിയിൽ ബുദ്ധിയെ വിടണം. ആദ്യം അമ്മ പറഞ്ഞു കേട്ട് ബുദ്ധി പ്രവർത്തിക്കണം അത്രേ, പിന്നെ അച്ഛൻ പറഞ്ഞു കേട്ട് പ്രവർത്തിക്കണം, പിന്നെ ഗുരുവിന്റെ അടുത്ത് പോകാൻ പാടുള്ളൂ എന്നാണ്. എന്നുവെച്ചാൽ ബുദ്ധി നന്മയ്ക്കും ഹിതത്തിനുമൊക്കെ വഴങ്ങിക്കൊണ്ട് വേണം ആചാര്യന്റെ അടുത്ത് പോവാൻ. ഇത് ആദ്യം അമ്മയ്ക്ക് വിവരമില്ല, അച്ഛനും വിവരമില്ല, പിന്നെ ടീച്ചർക്കും വിവരമില്ല. അതാണ് നമ്മളുടെ ബുദ്ധി പറഞ്ഞത്. മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ ബ്രൂയാത് എന്ന് പറഞ്ഞു. നമ്മളുടെ ബുദ്ധിക്ക് അങ്ങനെ വഴങ്ങാനുള്ളൊരു ശക്തിയില്ല. എന്താന്ന് വെച്ചാൽ അത് ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ഈഗോ. അപ്പൊ ഈഗോ വന്നാൽ തന്നെ അതിന് ഇന്റലിജൻസ് ഇല്ല, പ്യുവർ ഇന്റലിജൻസ് ഇല്ല. അതിന് അഹങ്കാരം കൺട്രോൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിയുടെ പ്യുവർ ഇന്റലിജൻസ് പോയി. കുവൃത്തിക്കേവ കുഹന. അതുകൊണ്ടാണ് ശാസ്ത്രത്തിനനുസരിച്ച് വേദത്തിനനുസരിച്ച് പോകണം എന്ന് പറയും. ലൈബ്രറി ഒന്നും പാടില്ല. കുറേ പുസ്തകങ്ങൾ വെച്ചിട്ട് എന്ത് വേണമെങ്കിൽ വായിച്ചോന്ന് വെച്ചാൽ അവൻ ഫിക്ഷൻ മാത്രമേ വായിക്കുള്ളൂ. ഇന്നലെ ഞങ്ങളിങ്ങനെ കേൾക്കണ്ടായിരുന്നു. ഒരു വലിയ ലൈബ്രറി എന്ന് വെച്ചാല്
അതിൽ പോയിട്ട് ഇയാൾക്ക് ഇന്ദ്രിയങ്ങൾ പറയണതിനനുസരിച്ചല്ല, അയാൾ സ്വതന്ത്രം, നിങ്ങൾ എന്ത് വേണമെങ്കിലും വായിച്ചോളൂ എന്ന് ഉള്ളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ നേരെ പ്രാന്താശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. ഇന്റർനെറ്റ് ഇതൊക്കെ പകടാണ്. ബുദ്ധിക്ക് തന്നെ ഒരു പവറില്ല. അത് ഗുരു പറഞ്ഞു തരുന്ന മാർഗത്തിലൊക്കെ സഞ്ചരിക്കാനുള്ള ഒരു ട്രാക്കിലൂടെ സഞ്ചരിച്ചാൽ അപകടം ഉണ്ടാവാതെ കൂട്ടിക്കൊണ്ടുപോകും. ഇല്ലെങ്കിലോ കുഹന പറ്റിക്കണ ഒരു ആളാണ്, കൂടെ നിന്ന് ചതിച്ചു കളയും. വളരെ കുറച്ചേ അറിയാൻ പാടുള്ളൂ. ജീവിക്കാൻ എത്ര വേണോ അത്രേ അറിയാൻ പാടുള്ളൂ. അതിൽ കൂടുതലൊന്നും അറിയാൻ പാടില്ല. നമുക്ക് നിവൃത്തിക്ക് ഹിതത്തിന് വേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. എന്തിനാ ഇത്രയൊക്കെ പല കാര്യങ്ങൾ അറിയണത്? നാജ്ഞാനമന്ധം തമഹ, ബുദ്ധിയെ അങ്ങോട്ട് നിഷേധിച്ച. അപ്പൊ ചിലർ ചോദിക്കുന്നത്, ശരി ബുദ്ധിയെ ഉപയോഗിക്കാതെ മന്ദബുദ്ധിയായിട്ടിരുന്നാൽ ശരിയാവുമോ? അങ്ങനെയല്ല, അത് അജ്ഞാനമാണ്. അവന് നിവൃത്തിയില്ല. നാജ്ഞാനം അന്ധം തമഹ, അവിടെ കൂരിരുട്ടാണ്, ആവരണം, സുഷുപ്തി പോലെ. സുഷുപ്തിയിൽ സുഖം ഉണ്ടെങ്കിലും വേറൊരു വശത്ത് അത് നമുക്ക് ജാഗ്രതയിലേക്ക് പ്രയോജനപ്പെടില്ലല്ലോ, അല്ലേ? ജാഗ്രതത്തില് നമുക്ക് ഇന്റലിജൻസ് ഇല്ല, അറിവില്ല, തെളിച്ചില്ല, ക്ലാരിറ്റി ഇല്ല. അപ്പൊ ആ അജ്ഞാനം, ആവരണം എന്ന് പറയണതും ഞാനല്ല. നാജ്ഞാനം അന്ധം തമഹ, അതും ഞാനല്ല. പിന്നെയോ ഇതൊന്നും ഞാനല്ല. പിന്നെ എന്റെ സ്വരൂപം എന്താണ്? പ്രൗഢാനന്ദ ചിതേക സന്മയ വപുഹു ശുദ്ധോസ്മി അഖണ്ഡോസ്മി അഹം. അവിഛിന്നമായ പ്രൗഢാനന്ദ ചിതേക സന്മയ സ്വരൂപനാണ് ഞാൻ. ഉണ്ടെന്നുള്ള അനുഭവ രൂപത്തില്, ഞാൻ 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 എന്ന് അനുഭവ രൂപത്തില്, ശരീരമോ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ ഒക്കെ തള്ളിക്കളഞ്ഞാൽ നമ്മളുടെ എക്സിസ്റ്റൻസ്, ഞാൻ എന്നുള്ള അനുഭവം അവിഛിന്നമായ അൺഇൻറ്ററപ്റ്റഡായ അറിവ്, ചൈതന്യ ചിത് സ്വരൂപമാണ്. അതാണ് ഇത് മുഴുവൻ. ഈ മനനം നമ്മൾ പതുക്കെ 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 ഇൻവേർഡ്ലി ഇങ്ങനെ തള്ളി 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 തള്ളിക്കൊണ്ടുപോയാൽ അവസാനം തള്ളാൻ കഴിയാതെ നിൽക്കുന്ന അഖണ്ഡത, അപരിച്ഛിന്ന സ്വരൂപം, ആകാശം പോലെ അകമയ്ക്ക് വിച്ഛിത്തിയില്ലാതെ പ്രകാശിക്കുന്ന ചൈതന്യം, ബോധം, ഉണർവ്, അതാണ് നമ്മളുടെ സ്വരൂപം എന്നകമേ വിചിത്രമായി ദർശിക്കും. അതെങ്ങനെ ദർശിക്കണമെന്നുള്ളതാണ് ആശ്ചര്യം. എന്നുവെച്ചാൽ ആ അനുഭവം ഉണ്ടായ ആൾക്ക് ഞാൻ അത് ധ്യാനിച്ച് കണ്ടു എന്ന് പറയാൻ പറ്റില്ല. അത് ഞാൻ കാണുന്നതിന് മുമ്പ് അതുണ്ട്. അതാണ് ഇനിയിപ്പോ ഈ കൃതിയിൽ തന്നെ വരും. ഞാൻ പുതിയതായിട്ട് എന്താ പ്രാപിച്ചതെന്ന് ചോദിക്കുകയാണ്. പുതിയതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഇത് മുമ്പേ ഉണ്ടല്ലോ ഈ അനുഭവം, എപ്പോഴും ഉണ്ടല്ലോ. മാത്രമല്ല എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടല്ലോ. ഹൗ ദേ ലൂസ്, ഹൗ ദേ ഫെയിൽ ടു റെക്കഗ്നൈസ് ഇറ്റ്. എല്ലാവരുടെ ഉള്ളിലുണ്ടല്ലോ ഈ അനുഭവം. അതുകൊണ്ടാണ് ഈ ആത്മവിദ്യ എന്ന് പറയുന്നത് ആശ്ചര്യവത് പശ്യതി കശ്ചിതേനം. ശ്രുതി തന്നെ പറയണത് ഇതൊരു ആശ്ചര്യം പോലെയാണ് ഈ അനുഭവം ഉണ്ടാവുന്നത്. ഇത് കണ്ടവനും ഒരു ആശ്ചര്യമാണ്. ആ ആശ്ചര്യമായ ഈ വിദ്യയാണ് ഇവിടെ ശ്രുതി മാതാവ് അനുഗ്രഹിച്ച് തരണത്. ഞാൻ ഖം എന്നുവെച്ചാൽ ആകാശം എന്നർത്ഥം. ഖം മുതലായിട്ടുള്ളതാണ് ഖാദിഹി അപിസ്ഫുടം. ആകാശം മുതലായ പഞ്ചഭൂതങ്ങള് ആത്മസ്വരൂപം അല്ല. പഞ്ചഭൂതാത്മകം വിശ്വം. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇതൊക്കെ പഞ്ചഭൂതങ്ങളാണ്. ആകാശം ശബ്ദഗുണകാണ്, വായു സ്പർശമാണ്, അഗ്നി രൂപമാണ്, ജലം രസമാണ്, ഭൂമി ഗന്ധമാണ്. ഈ അഞ്ചും ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളെ ഉണ്ടാക്കുന്ന ഈ അഞ്ചും ഞാനല്ല. പഞ്ചഭൂതാത്മകമായ ഇതൊന്നും തന്നെ ഞാനല്ല.
പ്രപഞ്ചം മുഴുവൻ പഞ്ചഭൂതാത്മകമാണ്. മരുതലഭ്രാജത് പയസാമ്യത, മരുഭൂമിയില് കാണപ്പെടുന്ന വെള്ളം പോലെ. മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ് പറയണത്. മരുതലഭ്രാജത് പയസാമ്യത, മരുഭൂമിയിൽ കാണപ്പെടുന്ന വെള്ളം പോലെയാണ്, കാനൽ ജലത്തിനോട് സാമ്യമുള്ളതാണ്. എന്നുവെച്ചാൽ പഞ്ചഭൂതങ്ങൾ ഒന്നും തന്നെ ഡീപ്പർ സ്ക്രൂട്ടിനൈസേഷനിൽ അടുത്ത് ചെന്ന് നോക്കിയാൽ അതില്ല. ആകാശം എന്താണ് എന്ന് അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ആകാശം ചൈതന്യം മാത്രമാണ്. ഏത് വസ്തുവിനെയും അതിനെ സൂക്ഷ്മമായി അന്വേഷിച്ചു നോക്കുമ്പോൾ അന്വേഷിക്കണവനും അന്വേഷിക്കപ്പെടുന്ന വസ്തുവും അന്വേഷണവും ഒക്കെ മറഞ്ഞുപോകും. ചൈതന്യം മാത്രം അവശേഷിക്കും. അങ്ങനെ നോക്കുമ്പോൾ എന്തും അവസാനം രണ്ടില്ലാതെ മറഞ്ഞു പോകും. ഏകദേശം ഈ മരുഭൂമിയിലെ വെള്ളം പോലെ തന്നെ ദൂരത്ത് നോക്കുമ്പോൾ കാണും, അടുത്ത് ചെന്ന് അനലൈസ് ചെയ്യുമ്പോൾ അവസാനം ആ വിചാരണം ചെയ്യുന്ന ആളും ആ വസ്തു ഒന്നും വേറെ ഇല്ലാതായിട്ട് തീരും. ഉപാസനയിലെ അങ്ങനെയാണ്. ഉപാസന ചെയ്യുമ്പോൾ ഉപാസന ചെയ്യുന്ന മൂർത്തി, ഉപാസകൻ, ഉപാസന മൂന്നും മറഞ്ഞുപോയി ചിത്സ്വരൂപം മാത്രമായി അവശേഷിക്കും. ലക്ഷ്യാർത്ഥം മാത്രമായി അവശേഷിക്കും. ചിതിഹി തത്പദ ലക്ഷ്യാർത്ഥ ചിദേക രസരൂപിണി. ഉപാസന ചെയ്യുന്നു, പക്ഷെ ചിത്പദം മാത്രം, ചൈതന്യം മാത്രം അവസാനിക്കും. ആ നാമരൂപത്തിനൊന്നും ഇരുപ്പേയില്ലാതെ മറഞ്ഞു പോകും. അതാണ് മരുഭൂമിയിൽ കാണുന്ന വെള്ളം പോലെ എന്ന് പറഞ്ഞത്. അതിന് പുറത്തൊരു എക്സിസ്റ്റൻസ് ഇല്ലാത്തത്. അപ്പൊ മരുതലഭ്രാജത് പയസാമ്യത തേഭ്യോ നിത്യവിലക്ഷണോ അഖില ദൃശ്യ. എല്ലാത്തിൽ നിന്നും വേറെയാണ് ഈ ദൃക്ക്. സകലത്തും ദൃശ്യമാണ്. ദൃക്കോ ചൈതന്യം. ഞാൻ എന്ന അനുഭവത്തിനെ ഒഴിച്ചു നിർത്തിയ ബാക്കിയൊക്കെ ദൃശ്യമാണ്. എല്ലാം ദൃശ്യം എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് മാത്രമല്ല, ചെവി കൊണ്ട്, മൂക്കുകൊണ്ട്, നാവുകൊണ്ട്, ത്വക്കുകൊണ്ട് ഒക്കെ ദൃശ്യമാണ്. ദൃശ്യപദാർത്ഥങ്ങൾ ഒന്നും തന്നെ നമ്മളുടെ സ്വത്വമല്ല. അതാണ് ആദ്യം പറഞ്ഞത് ഇന്ദ്രജാലം എന്നുള്ളത്. ഇന്ദ്രജാലാണ്. അതൊക്കെ പ്രകൃതിയാണ്. അതിലേതിലെങ്കിലും ഒന്നിൽ നമ്മളുടെ ശ്രദ്ധ നിൽക്കണ വരെ നമ്മൾ പ്രകൃതിസ്ഥനാണ്. തേഭ്യോ നിത്യവിലക്ഷണോ അഖില ദൃശ്യ. ഈ ദൃക്ക് ഒരിക്കലും ദൃശ്യത്തിനുമായി കൂടിച്ചേരണേയില്ല. പക്ഷെ കൂടിച്ചേർന്ന പോലെ തോന്നുന്നു. ഇരുട്ടും വെളിച്ചവും കൂടെ മിക്സായ പോലെ. നിത്യവിലക്ഷണ അഖില ദൃശ്യ. എല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ട്, സകലത്തിനെയും അറിഞ്ഞുകൊണ്ട്. ഇപ്പൊ നോക്കൂ, ഈ ശരീരത്തിൽ തന്നെ എല്ലാ പ്രോസസ്സും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ചൈതന്യം. ആസ് ഇഫ് ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ഇറ്റ്. നമ്മളുടെ അനുഭവത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഞാൻ അറിയണു എന്നാണല്ലോ. ജാനാമീതി തമേവ ഭാന്തം അനുഭാതി ഏതത് സമസ്തം ജഗത്. ജാനാമി, ഞാൻ അറിയണു. ജാഗ്രതത്തിനെ അറിയണു, സ്വപ്നത്തിനെ അറിയണു, സുഷുപ്തിയെ അറിയണു, സത്വഗുണത്തിനെ അറിയണു, രജോ ഗുണത്തിനെ അറിയണു, തമോ ഗുണത്തിനെ അറിയണു. ഈ അറിയുന്ന അറിവ്, അറിയുന്നവൻ അഖില ദൃശ്യ എന്നാണ്. എല്ലാത്തിനെയും അറിയുന്നവൻ. ഇപ്പൊ ഈശ്വരൻ ഒരു രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഈ അറിയുന്നവനാണല്ലോ അറിയേണ്ടത്. പ്രത്യക്ഷപ്പെട്ടും അറിഞ്ഞു പോകും. അതിനു മുമ്പും ഈ ദൃക്കുണ്ട്. ആ പ്രത്യക്ഷപ്പെടുമ്പോഴേ ഈ ദൃക്കുണ്ട്, മറഞ്ഞു പോകുമ്പോഴേ ഈ ദൃക്കുണ്ട്. ഈ ദൃക്കിലാണ് ആവിർഭാവ തിരോഭാവങ്ങളൊക്കെ നടക്കുന്നത്. തേഭ്യോ നിത്യവിലക്ഷണോ അഖില ദൃശി സൗരപ്രകാശോ യഥാ.
സൂര്യപ്രകാശം പോലെ. സൂര്യന്റെ വെളിച്ചം കൊണ്ട് എല്ലാം കാണുന്നു, സൂര്യനെ ശ്രദ്ധിക്കണില്ല എന്നുള്ളതുപോലെ ഈ ഉണ്ട് എന്നുള്ള അനുഭവം കൊണ്ട് പ്രപഞ്ചം മുഴുവൻ അറിയണു. പക്ഷെ ഈ ഉണ്ട് എന്നുള്ള അനുഭവത്തിനെ ശ്രദ്ധിക്കണില്ല. സൂര്യനെ പോലെ പ്രകാശിക്കണു എന്നാണ്. എന്നുവെച്ചാൽ സൂര്യനൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആത്മാവോളം പ്രകാശം സൂര്യനുമില്ല. നോക്കിയാലല്ലേ ഉള്ളൂ അല്ലേ? അതും ടൈം ബൗണ്ടാണ്. പകൽ സമയത്ത് മാത്രമേ ഉള്ളൂ. മാറിക്കൊണ്ടിരിക്കണം. കണ്ണടച്ചായില്ല, മുറിക്കകത്ത് പോയായില്ല. യത് സർവത്ര സർവദാ, ഏതൊന്നാണോ എല്ലാ സ്ഥലത്തും എപ്പോഴും പ്രകാശിക്കണത്, അങ്ങനെ ഒന്നേ ഉള്ളൂ. അഖില ദൃഷ്ടി, എല്ലാത്തിനെയും അറിയുന്ന അഹം 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 അഹം. എന്താണ് മനനം ചെയ്യാൻ? ഇത്രയേ ഉള്ളൂ. അറ്റൻഷൻ, ശ്രദ്ധ, ആ അഖില ദൃഷ്ടി എന്ന് പറഞ്ഞല്ലോ, അഖില ദൃക്. അർക്കാണലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണെന്നൊക്കെ പറഞ്ഞു അല്ലേ? ശരിക്കും അതാണ് കണ്ണ്. എത്ര വളരെ വളരെ സിമ്പിളാണ്, ഡയറക്റ്റാണ്. ബുദ്ധിമുട്ട് എവിടെയാന്ന് വെച്ചാൽ നമുക്ക് ചെയ്താണ് പഴക്കം. പുറമേക്ക് ഗ്രഹിച്ച് ഗ്രാഹക ബുദ്ധിയാണ് നമുക്ക്. ചുമ്മാ ഇരുന്ന ഉള്ളതാണ്, പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നത് അതാണ്. എങ്ങനെയാ അത് ശ്രദ്ധിക്കപ്പെടാതെ പോണത് എന്നുള്ളത് ഒരു ആശ്ചര്യമാണ്. ഇനി എങ്ങനെയാ അത് ശ്രദ്ധിക്കപ്പെടുന്നത് എന്നുള്ളതും ഒരു ആശ്ചര്യമാണ്. ഇത്രയൊക്കെ കൺഫ്യൂഷനിൽ കുടുങ്ങിയിട്ട് ഇത്ര സിമ്പിളായിട്ടുള്ളത് എങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നു? കൺഫ്യൂഷനും കോംപ്ലക്സിറ്റീസിലും കുടുങ്ങിയ ആളുകൾക്ക് സിമ്പിളായിട്ടുള്ളത് ബുദ്ധിമുട്ടാണ്. എന്തൊക്കെയോ നമ്മൾ പഠിക്കണു. കെമിസ്ട്രി, ഫിസിക്സ്, കമ്പ്യൂട്ടർ. വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ. എത്രയോ എഫേർട്ട് ഉണ്ട്. നോക്കൂ, ഈ വേദാന്ത ജ്ഞാനം എന്ന് പറയുന്നത് എഫേർട്ട് കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ നമ്മൾ സാധിക്കും. എന്താന്ന് വെച്ചാൽ എഫേർട്ട് ഇടുക എന്നുള്ളത് നമുക്ക് ഒരു ത്രില്ലാണ്. അത് നമുക്ക് സ്വഭാവമാണ്. അതുകൊണ്ട് എഫേർട്ട് കൂടുതലാണെങ്കിൽ നിശ്ചയമായിട്ട് നമ്മൾ സാധിക്കും. എഫേർട്ട് ഇടുന്നത് ഈ അഹങ്കാരത്തിന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. എന്ത് മെനക്കെടുന്ന പണിയും ലോകത്തിലെ ആളുകൾ ഈ ചെയ്യണ്ടല്ലോ അല്ലേ? എവറസ്റ്റിന്റെ മേലെ കയറണം. അതുകൊണ്ടൊരു ജീവിത നിർവൃത്തി ഉണ്ടാവാൻ പോണില്ല, ഒരു ശാന്തി ഉണ്ടാവാൻ പോണില്ല, ഒന്നും ഉണ്ടാവാൻ പോണില്ല. എങ്കിലും ചെയ്യണം. സമുദ്രത്തിന്റെ അടിയിലേക്ക് പോണു, സ്പേസിലേക്കൊക്കെ പോയിട്ട് വരണു. വിശ്വസിക്കാൻ പറ്റാത്ത അക്രോബാറ്റിക്സ് ഒക്കെ കാണിക്കണം. എന്തൊക്കെയോ ചെയ്യണം. എന്തിനാ ചെയ്യണം ചോദിച്ചാൽ ഒന്നും നിശ്ചയില്ല. എന്തൊക്കെയോ ചെയ്യണം. ആശ്ചര്യമായ പലതും ചെയ്യണ്ടേ. അത്രയൊന്നും മെനക്കെടുതിനില്ല. പിന്നെ എന്താ ഇത് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇതാണ് ഇപ്പൊ ഏറ്റവും ബുദ്ധിമുട്ട്, ചുമ്മാ ഇരിക്കൽ എന്നുള്ളത്. അഖില ദൃഷ്ടി. അവസാനം നമുക്ക് ചുമ്മാ ഇരിക്കേണ്ടി വരും. വാർദ്ധക്യത്തിലെ വയ്യാതൊക്കെ ആവുമ്പോഴൊക്കെ ഇരിക്കേണ്ടി വരുമ്പോഴാണ് പലർക്കും ജീവിതം വെറുത്തു പോണത്. എന്താണെന്ന് വെച്ചാൽ ഇത്ര കാലം പഠിക്കാത്ത ഒരു കലയാണ് ചുമ്മാ ഇരിക്കൽ എന്നുള്ളത്. അപ്പൊ ചുമ്മാ ഇരിക്കേണ്ടി വരുമ്പോ റെസ്റ്റ്ലെസ് ആയി. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ശരി. നമുക്ക് ഈ ചെയ്യുക എന്ന് പറയുന്നത് ഒരുതരം രോഗമായിട്ട് മാറിയിരിക്കുകയാണ്.
വളരെ നല്ല കാര്യം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്താ ചെയ്യണതെന്ന് ചോദിച്ചാൽ അതിലർത്ഥം ഈ നമ്മൾ ചെയ്യണ കാര്യത്തിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ ലോകമംഗളമൊന്നുമല്ല ഈ ചെയ്യണത്. അവൻ അധ്വാനിക്കുകയാണെന്ന് പറയണം. എന്താ നീ അധ്വാനിക്കണത്? ആർക്കോ വേണ്ടി, ഏതോ കമ്പനിക്ക് വേണ്ടി രാവും പകലും പണിയെടുക്കുന്നതിനെയാണ് നമ്മൾ അധ്വാനിക്കൽ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ആ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യണത് എന്താന്ന് ഇയാൾക്കൊന്നും അറിയില്ല. ചിലപ്പോൾ ആറ്റം ബോംബായിരിക്കാം, ന്യൂക്ലിയർ ബോംബായിരിക്കാം. ലോകം നശിപ്പിക്കാനുള്ള സാധനങ്ങളായിരിക്കാം. വി ആർ നോട്ട് ബോതേഡ് അബൌട്ട് ഇറ്റ്. അപ്പൊ നീ ചെയ്യണത് കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടോ? ഗുണമൊന്നുമില്ല. പിന്നെ എന്താ? ഏതൊരു രോഗം. എല്ലാരും ചെയ്യാണ്. ചുമ്മാരിക്കൽ എന്ന് പറയുന്നത് ഒരു തരം മഹാമോശമായ കാര്യമാണ്. ചുമ്മാരിക്കാന്ന് വെച്ചാൽ മടിയല്ല ഉദ്ദേശിക്കണത് കേട്ടോ. മടിയല്ല, ആലസ്യമല്ല. നമ്മൾ വേദാന്തത്തിൽ ചുമ്മാ ഇരിക്കൽ എന്ന് പറയണത് ജ്ഞാനമാണ്, അതിനാണ് കുറച്ചുപേരെങ്കിലും തയ്യാറാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ സന്യാസാശ്രമം എന്ന് പറഞ്ഞൊരു ആശ്രമം ഒതുക്കി വെച്ചത്. കർമ്മത്തിന്ന് നിവൃത്തമായ കുറെ ആളുകൾ. ഇനി ശരി, സന്യാസികളല്ല, ഗൃഹസ്ഥനാണെങ്കിലും കുറച്ചുപേർ അങ്ങനെയെങ്കിലും ഒക്കെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞൊരു വർണ്ണത്തിന് വെച്ചത്. അവൻ തപസ്സോടെ ഇരിക്കട്ടെ, ജ്ഞാനത്തോടെ ഇരിക്കട്ടെ, ലോകം മുഴുവൻ മംഗളായിട്ടിരിക്കും. ഈ ആക്ഷന്റെ സ്പീഡൊന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ വെച്ചത്. ആക്ഷന്റെ സ്പീഡ് കുറച്ചിട്ടില്ലെങ്കിൽ മനുഷ്യന്റെ ആക്ഷൻ കൊണ്ടാണ് പ്രകൃതി മുഴുവൻ നശിക്കുന്നത്, ലോകത്തിന് മുഴുവൻ നാശം ഉണ്ടാവണത്, എല്ലാവർക്കും നാശം ഉണ്ടാവണത്. അപ്പൊ ആക്ഷന്റെ സ്പീഡ് കുറയ്ക്കണതിന് പേരാണ് തപസ്. പ്രവർത്തിക്കാൻ എഫേർട്ടൊന്നും വേണ്ട. യു നീഡ് ട്രമെൻഡസ് എഫേർട്ട് ടു കീപ് ക്വയറ്റ്. വലിയ അധ്വാനം അതാണ്. പ്രവർത്തിക്കുക ജന്മജന്മാന്തരമായിട്ടുള്ള വാസനയാണ്. കുറച്ചുപേരെങ്കിലും അങ്ങനെ ഇരിക്കട്ടെ എന്നാണ്. അപ്പൊ സന്യാസാശ്രമത്തിൽ നോക്കുക, അവർ ഒരു സെക്കൻഡ് ചുമ്മാ ഇരിക്കുന്നില്ല. ലോകം മുഴുവൻ നടന്ന് പ്രവർത്തിക്കുകയാണ്. ഇതിന് ഈ ആശ്രമം ആവശ്യമില്ല. ഈ ആശ്രമത്തിന്റെ ആവശ്യമേ ഇല്ല. അതിന് ഈ വേഷവും ആവശ്യമില്ല, ഈ ആശ്രമവും ആവശ്യമില്ല, ഒന്നും വേണ്ട. അപ്പൊ ചുമ്മാ ഇരിക്കുന്ന ആൾ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സ്വാമിയുടെ കഥയുണ്ട്. അദ്ദേഹം ഒരാള് ചെന്ന് ചോദിച്ചു, എന്താ സ്വാമി ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നത്, എന്തെങ്കിലും പണിയെടുത്തൂടെ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പണിയെടുക്കാൻ ഇഷ്ടമാണ്, പക്ഷെ എന്റെ ഇപ്പൊ ഉള്ള പണിയുണ്ടല്ലോ അതിന് ഇടഞ്ചൽ വരാതൊരു പണിയാണെങ്കിൽ ചെയ്യാന്ന്. ഇപ്പൊ എന്താ നീ ചെയ്യണത്? ചുമ്മാ ഇരിക്കുക. കുറച്ചു ദിവസം കഴിഞ്ഞ് നോക്കുക, അദ്ദേഹം രാവും പകലുമായി എന്തൊക്കെയോ പണിയെടുക്കണു. തോട്ടം, ചെടികൾ വെക്കുക, വെള്ളം കോരി ഒഴിക്കുക, എന്തൊക്കെയോ ചെയ്യണ്ട്. അപ്പൊ ചോദിച്ചു, അന്ന് പറഞ്ഞു നീ ചുമ്മാ ഇരിക്കലാണെന്ന് എന്റെ ജോലി. ഇപ്പൊ ഞാനൊരു പണി കണ്ടുപിടിച്ചു, ആ പണി എന്റെ പണിക്ക് അറിഞ്ചൽ വരുത്തുന്നില്ല എന്നാണ്. ചുമ്മാ ഇരുന്നുകൊണ്ട് തന്നെ പണി ചെയ്യാൻ പഠിച്ചു. കർമ്മണി അകർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മയ സ ബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണ കർമ്മ കൃത്വം. അത് ശാസ്ത്രമേ വേറെ. അപ്പോ നമ്മൾക്കിപ്പോ വിഷയം, നമ്മളുടെ ഉള്ളിൽ സൂര്യനേക്കാളും പ്രകാശമാനമായ വസ്തുവുണ്ട്. നമ്മളുടെ സ്വരൂപം, ഞാൻ എന്നുള്ള അനുഭവം. സൗരപ്രകാശോ യഥ അഖിലദൃശി, എല്ലാത്തിനെയും അറിയുന്ന അറിവ്, അനുഭവം. ആ അനുഭവത്തിനെ ശ്രദ്ധിക്കുന്നതിന് പേരാണ് ധ്യാനം, സമാധി ഒക്കെ. ദൃശ്യൈഹി സംഘവിവർജിതോ ഗഗനവത് സമ്പൂർണ്ണരൂപോസ്മ്യഹം.
ആ ഞാൻ എന്നുള്ള അനുഭവം ആകാശത്തിൽ മേഘങ്ങൾ വന്നാലും ഇരുട്ട് വന്നാലും വെളിച്ചം വന്നാലും ഒന്നും ആകാശത്തിനെ സ്പർശിക്കണില്ലല്ലോ. അതുപോലെ തന്നെ മനസ്സിൽ വരുന്ന വികാരങ്ങളോ അഭിമാനമോ ചിത്തവൃത്തികളോ ഒന്നും തന്നെ ഈ ഞാൻ എന്നുള്ള അനുഭവത്തിനെ സ്പർശിക്കണേയില്ല. സംഘവിവർജിത ദൃശ്യൈ ഗഗനവത്, ആകാശം പോലെ സമ്പൂർണ്ണ രൂപോസ്മ്യഹം. ഇറ്റ് ഈസ് ദ ഓൺലി കംപ്ലീറ്റ് എക്സ്പീരിയൻസ്. ഞാൻ എന്നതിനെ ശ്രദ്ധിച്ചു നോക്കുക. അത് കംപ്ലീറ്റ് ആണോ നോക്കുക. അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ഡിവിഷൻ ഇല്ലാതെ, അപരിലുപ്ത ചൈതന്യം. ബാക്കിയൊക്കെ ദൃശ്യമാണ്, ബാക്കിയൊക്കെ അറിയപ്പെടുന്ന വസ്തുക്കളാണ്. അറിവ് പ്രകാശം മാത്രമായി സ്വയം പ്രകാശം ആയിട്ടുള്ളത് ഈ അഹം അഹം അഹം. ആ അഹത്തിലാണ് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി ഒക്കെ വരുന്നത്. ഈ അഹത്തില് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ? എന്തെങ്കിലും അതിൽ ആഡ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ശരീരത്തിൽ എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്യാം. മൈൻഡിൽ എന്തെങ്കിലുമൊക്കെ ചേർക്കാം, എടുക്കാം. ഈ അഹം എന്ന അനുഭവത്തിൽ എന്തെങ്കിലും ചേർക്കാൻ പറ്റുമോ, എടുക്കാൻ പറ്റുമോ? സമ്പൂർണ്ണ രൂപോസ്മ്യഹം. സമ്പൂർണ്ണ രൂപാണെന്ന്. തേഭ്യോ നിത്യവിലക്ഷണോ അഖിലദൃശി സൗരപ്രകാശോ യഥാ ദൃശ്യൈ സംഘവിവർജിതോ ഗഗനവത് സമ്പൂർണ്ണരൂപോസ്മ്യഹം വസ്തുസ്ഥിതി അനുരോധതഃ ത്വഹമിദം വീക്ഷ്യാദി സിന്ധുര്യത. വസ്തുസ്ഥിതി, അതായത് ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേറ്റ് ദാറ്റ് വിച്ച് യു ഹാവ് ടു അച്ചീവ്. അത് എപ്പോഴും ഉള്ളതാണ്, നേടിയെടുക്കേണ്ടതൊന്നുമല്ല. വേദാന്തം അൺനാച്ചുറൽ ആയിട്ടുള്ള ഒന്നിനെ പറയണതേ ഇല്ല. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ വേദാന്താണ്. ഉള്ളതിനെ അറിയാണ്, വസ്തുസ്ഥിതിയെ അറിയാണ്. ഇതാണ് നമ്മളുടെ സ്വരൂപം. അതിൽ നിന്നാണ് അനേക ഭാവങ്ങൾ സമുദ്രത്തിൽ അലകൾ പോലെയും കുമിള പോലെയും ഒക്കെ വരുന്നത്. പക്ഷെ നമ്മളുടെ അനുഭവമോ സിന്ധുര്യഥ, കടല് പോലെയാണ്. കടലില് അലയും കുമളയും ഒക്കെ വരണ പോലെ അനേക ഭാവങ്ങളൊക്കെ വരണം. ആ സെന്ററിനെ അടുത്തറിയും തോറും നമുക്ക് അതിന്റെ സർക്കംഫറൻസ് മുഴുവൻ അതിൽ നിന്നും തെറിക്കുന്ന സ്പാർക്സ് ആണെന്ന് മനസ്സിലാവും. ആ സെന്ററോ അത് ഭഗവാനാണ്, ഈശ്വരനാണ്. അവിടെ മരണമോ ജനനമോ ഒന്നുമില്ല. അവിടെ ഒരു ദുഃഖവും സ്പർശിക്കണില്ല. അത് സമ്പൂർണമാണ്, സംഘവിവർജിതമാണ്. നിങ്ങൾ അറ്റാച്ച്മെന്റ് വിടുമൊന്നും വേണ്ട. യു ഹാവ് ടു ജസ്റ്റ് നോ യുവർ സെൽഫ്, ദെൻ യു നോ ദാറ്റ് ദർ ഇസ് നോ അറ്റാച്ച്മെന്റ്. അറ്റാച്ച്മെന്റ് നമ്മൾ എങ്ങനെ വിടും പറയൂ? വിടാൻ പറ്റുമോ? അതൊക്കെ വെറുതെ പറയാണ്, വിടുക വിടുക. എന്ത് വിടും? എന്ത് ഉപേക്ഷിക്കും? അഥവാ അറ്റാച്ച്മെന്റ് ഉപേക്ഷിച്ചാ പിന്നെ ജീവിക്കാൻ പറ്റുമോ? കോമൺ സെൻസ് ആലോചിച്ച് നോക്കൂ. ലോകത്തില് എന്തിനോട് അറ്റാച്ച്മെന്റാ ഉപേക്ഷിക്കുക? ശരീരത്തിനോട് അറ്റാച്ച്മെന്റോ, അതായത് ഊണ് കഴിക്കാതിരിക്കോ, ഉറങ്ങാതിരിക്കോ, അല്ല ആരെയും സ്നേഹിക്കാതിരിക്കയോ, ജഡം പോലെ ആയിത്തീരുകയോ, അങ്ങനെ ആവാൻ പറ്റുമോ? അങ്ങനെയല്ല.
നിങ്ങളുടെ ഫിസിക്കൽ പ്ലെയിനിൽ നിങ്ങൾ എങ്ങനെ ഇരിക്കണോ അതിൽ എന്ത് തടസ്സം വരുത്തിയാലും നിങ്ങൾക്ക് ഉള്ളിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാവും. നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഒരു ബ്ലോക്കും ഇല്ല. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ലെഫ്റ്റ് ഫ്രീ. നിങ്ങളത് ഫ്രീ ആയിട്ട് വിട്ടു. നിങ്ങൾ ജ്ഞാനിയെ പോലെ നാച്ചുറലായിട്ട് ആരും ഇരിക്കാൻ പറ്റില്ല. ശങ്കരാചാര്യർ ജീവൻ മുക്താനന്ദ ലഹരി എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട്. അതിൽ പറയും ജീവൻ മുക്തൻ എങ്ങനെ ഇരിക്കണമെന്ന് വെച്ചാൽ ചിലപ്പോൾ കരയണു, ചിലപ്പോൾ ചിരിക്കണു. വൈഷ്ണവരുടെ കൂടെ ചേർന്ന് വിഷ്ണുവിനെ പൂജ ചെയ്യണു, ശാക്തന്മാരുടെ കൂടെ ചേർന്ന് ദേവിയെ പൂജ ചെയ്യണു, ഗണപതിയെ ഉപാസിക്കണവരുടെ കൂടെ ഗണപതിയെ ഉപാസിക്കണു, ലൗകികരുടെ ഇടയിൽ കിടന്നിട്ട് അവരെ പോലെ ജീവിക്കണു. ഒക്കെ ചെയ്യുമ്പോഴും വ്യാമോഹം ഭജതി, ഒന്നിലും പെട്ടുപോകണില്ല. എന്താന്ന് വെച്ചാൽ ആത്മാവിന്റെ സ്വരൂപത്തിനെ അറിഞ്ഞവന് അറിയാം, അതാണ് താൻ എന്ന് അറിഞ്ഞവന് അതിന് ഈ പ്രകൃതിക്ക് സംബന്ധമേ ഇല്ല. അത് സമ്പൂർണ്ണ രൂപമാണ്, അതിന് ഒന്നിനോടും പറ്റുമാനമില്ല. പ്രകൃതിയുടെ ധർമ്മത്തിനനുസരിച്ച് ലോകത്തിൽ വ്യവഹരിക്കുമ്പോഴും ജ്ഞാനി തന്നിലാണ് ഇരിക്കുന്നത്, സ്വത്തിലാണ് ഇരിക്കുന്നത്. ജ്ഞാനിക്ക് പ്രത്യേകിച്ച് ഇനി അനുഷ്ഠാനങ്ങൾ പോലും ഒന്നും ചെയ്യാനൊന്നുമില്ല. ജ്ഞാനനിഷ്ഠ തന്നെയാണ് അനുഷ്ഠാനം. രമണ മഹർഷിയെ നോക്കിയാല് മോസ്റ്റ് നാച്ചുറൽ. ആർതർ ഓസ്ബോൺ പറയും, വി നെവർ ഫെൽറ്റ് ഹി ഈസ് അൺനാച്ചുറൽ, ബട്ട് വെനെവർ വി വെന്റ് നിയർ ഹിം വി ഫെൽറ്റ് വി ആർ അൺനാച്ചുറൽ. ഒരു സ്പെഷ്യലും ഇല്ല. നോക്കൂ, യോഗവാസനകളൊന്നുമില്ല. ആശ്ചര്യമാണ്. ഒരു ഉപാസനയോ തന്ത്രമോ ഒന്നും പുറത്ത് കാണില്ല, ഒന്നുമില്ല. ശരീരനിർവഹണത്തിന് വേണ്ട കാര്യങ്ങൾ മാത്രം. അതായത് പച്ചക്കറി നുറുക്കാം, എന്തെങ്കിലും ബാഹ്യമായ ഫിസിക്കലായിട്ട് വല്ല വർക്ക് വേണമെങ്കിൽ ചെയ്യാം. പണമൊന്നും കൊണ്ടുവന്നാൽ അതൊക്കെ ഓഫീസിൽ അവർക്ക് വേണം, അവർ വാങ്ങിച്ചോടും. മഹർഷിയുടെ മുമ്പിലേക്ക് അതൊന്നും വരില്ല. ആഹാര സാധനങ്ങൾ വന്നാൽ അത് എല്ലാവർക്കും കൊടുക്കും, എല്ലാവരും കൂടെ എടുത്തു കഴിയും. ഒരാൾ ചോദിച്ചു, ഭഗവാൻ എന്താ ഈ പണം മാത്രം കൊണ്ടുവന്നാൽ ഭഗവാൻ തൊടാത്തത്, സ്വീകരിക്കാത്തത്? എനിക്കത് തിന്നാൻ പറ്റില്ലല്ലോ. അപ്പൊ ഓഫീസിൽ പണം വാങ്ങിക്കണ്ടല്ലോ, ആശ്രമത്തിൽ അവര് അന്ന് അത് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. അപ്പൊ മഹർഷിയോട് ചോദിക്കുന്നുണ്ട് ടോക്സിലേത്, രമണാശ്രമത്തില് അവിടെ ഡൊണേഷനൊക്കെ കൊടുത്താൽ വാങ്ങിക്കണ്ടല്ലോ. ഭഗവാൻ പറഞ്ഞു, എനിക്ക് ഈ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല, പക്ഷേ പ്രയോജനമില്ലാത്ത ഉപദേശങ്ങൾ കൊടുക്കുന്നതിൽ എനിക്ക് താല്പര്യവുമില്ല എന്ന്. ആരും, അതായത് ആശ്രമം തന്റെ ആണെന്നോ ആശ്രമം ഒന്നും താൻ കരുതിയിട്ടില്ല. എന്നാൽ അത് നേരെയാക്കാനോ ശരിയാക്കാനോ മാറ്റാനോ മറിക്കാനോ ഒന്നും പോയില്ല. കാരണം താൻ പറഞ്ഞിട്ടൊന്നുമല്ല അതുണ്ടായത്. താൻ മഹർഷി തന്നെ അത് ഒരിക്കൽ പറഞ്ഞു, പലവട്ടം ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് പോകണമെന്ന് വിചാരിച്ചു, പക്ഷെ എവിടെ പോയാലും ചുറ്റും ഒരു ആശ്രമം ഉണ്ടാവും. എന്ത് ചെയ്യാൻ പറ്റും? എവിടെ പോയാലും അവിടെ കുറെ ആളുകൾ ഉണ്ടാവും. ശിവാജിയുടെ ഗുരുവായിരുന്നല്ലോ സമർത്ഥ രാമദാസ്. സമർത്ഥ രാമദാസിന് രംഗനാഥ ഗോസ്വാമി എന്ന് പറഞ്ഞ ശിഷ്യനുണ്ടായിരുന്നു. രംഗനാഥ ഗോസ്വാമിക്ക് ശിവാജിയുടെ സദസ്സിൽ എന്തോ ഒരു വലിയ ജോലി ഉണ്ടായിരുന്നു. അപ്പോ സമർത്ഥ രാമദാസിന്റെ ശിഷ്യനാണ്, വലിയ ഭക്തനാണ്. പക്ഷെ എല്ലാ പാരാഫെർനേലിയ ഒക്കെ ഉണ്ടാവും, റോയൽ പാരാഫെർനേലിയ ഒക്കെ ഉണ്ടാവും പോണ സ്ഥലത്തൊക്കെ. അപ്പൊ ഒരു ദിവസം രംഗനാഥ ഗോസ്വാമി സമർത്ഥ രാമദാസിനെ കാണാൻ വന്നു. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ട് സമർത്ഥ രാമദാസ് അദ്ദേഹത്തിന് വളരെ പ്രിയമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ മറ്റ് ശിഷ്യന്മാരൊക്കെ പറയും, കണ്ടില്ലേ നമ്മുടെ സ്വാമി, അതെ ഈ റോയൽ ട്രീറ്റ്മെന്റ് അവിടുത്തെ ആളുകൾ വന്നു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് പല വർത്തമാനങ്ങളുണ്ടാവും. അപ്പൊ ഒരു ദിവസം ശിഷ്യന്മാർ ചോദിക്കുകയും ചെയ്തു, അദ്ദേഹം വലിയ മഹാത്മാവാണ് സാധുവാണെന്നുണ്ടെങ്കിൽ എന്തിനാ അയാൾ ഇങ്ങനെ ഈ റോയൽ ആയിട്ട് ഇങ്ങനെയൊക്കെ ഇതൊക്കെ ആയിട്ട് നടക്കണത്? ഇവരൊക്കെ ഭിക്ഷാന്തേഹികളാണ്, കൗപീനമാത്രധാരികളും പലയിടത്തും ഭിക്ഷ വാങ്ങിക്കഴിക്കുകയാണ്. ഇയാള് സുഖമായിട്ട് ഈ സപ്രപഞ്ചത്തിൽ കൊണ്ടുവരണു, അങ്ങനെയൊക്കെ ഇരിക്കണമല്ലോ. അപ്പൊ സമർത്ഥ രാമദാസ് പറഞ്ഞു, നോക്കൂ ഒരു കാര്യം ചെയ്യാം,
നാളെ രംഗനാഥ ഗോസ്വാമി വരുമ്പോ ഞാൻ അയാളോട് പറയാം. അടുത്ത ദിവസം ഈ സാധു വന്നപ്പോ സമർത്ഥ രാമദാസ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ കൊട്ടാരത്തിലേക്കൊന്നും പോണ്ട, നീ ഇവിടെ ഞങ്ങളെ പോലെ ഇരിക്കും, എല്ലാം ഉപേക്ഷിക്കുന്നു. അടുത്ത ക്ഷണം അദ്ദേഹം എല്ലാം അങ്ങോട്ട് കൊടുത്തയച്ച് കൗപീന മാത്രധാരിയായി ഇവരുടെ കൂടെ. അടുത്ത ദിവസം ഇവരൊക്കെ ഓരോരുത്തർ ഭിക്ഷയ്ക്ക് പോയി. അപ്പോ മറ്റ് ശിഷ്യന്മാരൊക്കെ പറഞ്ഞു, ഈ രംഗനാഥ ഗോസ്വാമി ഭിക്ഷയ്ക്ക് വരണ്ട. എന്താന്ന് വെച്ചാൽ ഇയാള് ഭിക്ഷയ്ക്ക് പോയാൽ ഇയാളുടെ വില അറിഞ്ഞിട്ട് ആളുകളൊക്കെ സ്പെഷ്യൽ കൊടുക്കും. അതുകൊണ്ട് ഇയാളെ നമ്മൾ ശരിക്കും സാധുവാക്കാൻ പറ്റുമോ നമ്മളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ശിഷ്യന്മാരൊക്കെ പറഞ്ഞു, ഇയാള് ഇവിടെ ആശ്രമത്തിൽ ഇരിക്കട്ടെ, ചെറിയ കുടിലാണ്, അവിടെ ഉമ്മർത്തെ ഇരുന്നോട്ടെ, നമുക്ക് വേണ്ട പാചകമൊക്കെ ഇയാൾ ചെയ്തോട്ടെ, ഇയാൾ ഭിക്ഷയ്ക്കൊന്നും പോണ്ട, നമ്മൾ ഭിക്ഷയ്ക്ക് പോയിട്ട് വരാം. അവരൊക്കെ ഭിക്ഷയ്ക്ക് പോയി ഇദ്ദേഹത്തിന് കൊണ കൊടുത്ത് അവിടെ ഇരുത്തി, കൗപീനം കൊടുത്ത് അവിടെ ഇരുത്തി. ഇവരൊക്കെ ഭിക്ഷയ്ക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ ശിവാജിയുടെ മന്ത്രി മോറോപന്ത് ആ വഴിക്ക് വരികയാണ്. അപ്പൊ ഉണ്ട് ഈ രംഗനാഥ ഗോസ്വാമി ഇവിടെ കണ്ടു. എന്താ അവിടെ ഇരിക്കണമെന്ന് ചോദിച്ചു. ഒന്നുമില്ല, എന്റെ ഗുരുനാഥൻ ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞു. മോറോപന്ത് വേഗം പോയി ശിവാജിയുടെ അടുത്ത് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോ അവിടുന്ന് കുറെ ആളുകൾ വന്നു. ഇദ്ദേഹം ഇരിക്കണതിന് ചുറ്റും ഒരു കൂടാരം കെട്ടി അവിടുന്ന് കുറെ കട്ടിലൊക്കെ കൊണ്ടുവന്ന് വെച്ചു, പല തലയണയൊക്കെ കൊണ്ടുവന്ന് വെച്ചു, പല സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചു, ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വന്നു, എല്ലാം വന്നു. ഇവര് ഭിക്ഷയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഒരു മിനി പാലസ് അവിടെ. അപ്പൊ സമർത്ഥ രാമദാസ് വന്നപ്പോ പറഞ്ഞു, കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് അദ്ദേഹത്തിന്റെ പ്രാരബ്ധമാണ്. അയാളെ പിടിച്ച് നമ്മളുടെ കൂടെ ഇരുത്തിയാൽ നമ്മളൊക്കെ കേട്ടു. നിയതിയാണ്. അതുകൊണ്ട് പുറമേക്കുള്ളത് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ അതിൽ പലതും ഉണ്ടാവും. ജീവിതത്തിലൊരു നിയമമാണ് തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്ന്. പഴയ ഒരു വിക്രമാദിത്യം വേതാളം കഥയിലെ ഒരു കഥ വരും. ഒരു അപ്സരസിന്റെ തുണി മോഷ്ടിച്ചുകൊണ്ടുപോകും ഒരു രാജകുമാരൻ. എന്താണെന്ന് വെച്ചാൽ തുണി മോഷ്ടിച്ച അപ്സരസിനെ കല്യാണം കഴിക്കാമെന്നാണ്. പക്ഷെ അയാൾക്ക് ഒരു മന്ത്രവാദി പറഞ്ഞു കൊടുക്കും, അപ്സരസ് വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്നാണ്. തിരിഞ്ഞു നോക്കിയാൽ കല്ലായി പോകും. അതുപോലെ നമ്മള് ഈ അധ്യാത്മ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കാൻ പാടില്ല. ചുറ്റും എന്ത് നടക്കണമെന്ന് നോക്കാൻ പാടില്ല. നോക്കി അതൊക്കെ ശരിയാക്കാൻ പോയോ നമ്മളുടെ സെന്ററിന്ന് യുള്ളൂ. പലത് അതിനൊന്നും ലോജിക്കും അന്വേഷിക്കാൻ പാടില്ല. ദാരിദ്ര്യമാണോ, ധനാണോ, നല്ലതാണോ, ചീത്തയാണോ, നമ്മളുടെ സെന്റർ വിട്ട് പുറത്തു നോക്കാതെ ഇരിക്കണവനാണ് സന്യാസി. അവന്റെ സെന്ററിൽ നിന്ന് വ്യതിചലിച്ചു പോകാതിരിക്കുന്നവനാണ് സന്യാസി. രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ ചോദിച്ചു, വാട്ട് ഈസ് യുവർ സെൻട്രൽ ടീച്ചിങ്? ഭഗവാൻ പറഞ്ഞു, സെന്റർ ഈസ് മൈ സെൻട്രൽ ടീച്ചിങ്. ഇഫ് യു ലൂസ് ദ സെന്റർ യു ലൂസ് എവറിത്തിങ്. സെന്റർ, കേന്ദ്രം, ഹൃദയം എന്ന് വെച്ചാൽ സെന്റർ എന്നാണ് അർത്ഥം. ആ ഹൃദയം ആണ് അഹം അഹം എന്ന അനുഭവം. ബാക്കി ഒന്നും നോക്കരുത്. ബാക്കി ഒന്നും നമ്മളെ ലോകത്തിലിരിക്കുമ്പോ അരമണിക്കൂറിനുള്ളിൽ മരിച്ചു പോകുമെന്നുള്ള വിധത്തിൽ ജീവിച്ചോളും. അപ്പൊ പിന്നെ നമ്മളൊന്നും എന്തൊക്കെ നടക്കണോ, ആരൊക്കെ എന്തായി ഒന്നും ശ്രദ്ധിക്കില്ലല്ലോ. വൈകുന്നേരം ആകുമ്പോഴേക്കും മരിച്ചുപോയാൽ പോണൂന്ന് അറിഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിക്കും? കുറച്ചുനേരം കഴിയുമ്പോഴേക്കും നമ്മൾ മരിച്ചു പോകും എന്നാണ് നമുക്ക് തോട്ടെങ്കിൽ എങ്ങനെ ജീവിക്കും? അപ്പോ ഒന്നിനെ കുറിച്ചും കൺസേൺ ഉണ്ടാവില്ല, അല്ലേ? ഫ്യൂച്ചറിൽ എന്താവും, നാളെ എന്താവും, ഷെയർ മാർക്കറ്റ് എന്തായി, പലിശ എത്ര കൂടി, എന്തെങ്കിലും അരമണിക്കൂർ കഴിഞ്ഞാൽ മരിച്ചു പോകുന്ന ആളെ ആലോചിക്കോ? അപ്പപ്പോ വരുന്ന കാര്യം എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യും, അല്ലേ? അതുപോലെ ജീവിച്ചോളണം. കാരണം അതാണ് സത്യം. മരണം പുറകെ നടക്കുന്നുണ്ട്, എപ്പോ വേണമെങ്കിലുണ്ട്, എപ്പോ വേണമെങ്കിൽ ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കും. അപ്പോ ഈ ഒരു തലത്തിൽ നമ്മൾ ആവശ്യത്തിലധികം ഇൻട്രസ്റ്റ് കാണിക്കുന്നത് തന്നെ നോൺസെൻസാണ്.
ഇൻട്രസ്റ്റ് കാണിച്ച് നമ്മളെ കൊണ്ട് ശരിയാക്കാനും പറ്റില്ല. കൂടുതൽ നൂലാമാലകളിൽ ചെന്ന് കുടുങ്ങും. അതുകൊണ്ട് ബെറ്റർ നമ്മൾക്ക് പരമമായ പ്രയോജനം ഉണ്ടാവണത് അനാത്മാവിലല്ല, ആത്മാവിലാണ്, പ്രകൃതിയിലല്ല, പുരുഷനിലാണ്. ആ നമുക്ക് കിട്ടിയിട്ടുള്ളതും ആ ഒരു സെന്റർ മാത്രമാണ്, ഞാൻ എന്ന അനുഭവം മാത്രമാണ്. നമുക്ക് അറിയാനുള്ളതും അത് മാത്രമാണ്. വാസ്തവത്തിൽ അതിനെ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ലോകത്തിൽ ഇതുവരയ്ക്കും ആരും അതല്ലാതെ വേറെ ഒന്നും അറിഞ്ഞിട്ടില്ല. നമ്മൾ അറിഞ്ഞു എന്നൊക്കെ പറയണത് അതിനെ എന്തോ സർഫസിൽ ഇപ്പൊ നിങ്ങളെയൊക്കെ എനിക്ക് അറിയാൻ പറ്റുമോ? കാണാൻ നിങ്ങളെ അത്രേ പറ്റുള്ളൂ. നിങ്ങളുടെ പേര്, ഊരൊക്കെ. നിങ്ങളെ അറിയണമെങ്കിൽ ഞാൻ നിങ്ങളായാലേ അറിയാൻ പറ്റുള്ളൂ. നമ്മളുടെ ബോഡി തന്നെ നമുക്ക് അറിയില്ലല്ലോ, അല്ലേ? എത്ര വലിയ ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ആവട്ടെ, അയാൾ അദ്ദേഹത്തിന്റെ ഹാർട്ടിനെ കണ്ടിട്ടുണ്ടോ? സ്വന്തം ഹാർട്ട് തന്നെ കണ്ടിട്ടില്ല, സ്വന്തം ലിവർ തന്നെ നമ്മൾ കണ്ടിട്ടില്ല, അവനവന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം തന്നെ നമ്മൾ കാണാൻ പറ്റില്ല. നമുക്ക് അനുഭവമുള്ളത് നമ്മളുടെ എക്സിസ്റ്റൻസ് മാത്രമാണ്, നമ്മളുടെ ഇരിപ്പ്. ഞാനുണ്ട്, ഞാൻ എന്നുള്ളത് മാത്രമാണ് നമ്മൾക്ക് അറിവ്. അതിന്റെ ആ ഞാൻ എന്ന അനുഭവത്തിന്റെ എല്ലാ പോർഷനും അനുഭവമാണ്. അത് കംപ്ലീറ്റ് ആണ്. അതാണ് സമ്പൂർണ്ണ രൂപോസ്മ്യഹം എന്ന് പറയുന്നത്. അഹം എന്നുള്ളത് സമ്പൂർണത്വത്തിന്റെ അഹം എന്നുള്ളത് സമ്പൂർണത്വത്തിന്റെ പ്രകടനമാണ്, സമ്പൂർണത്വമാണ്. അപ്പൊ ആ വസ്തുസ്ഥിതി അനുരോധത വീക്ഷ്യാദി സിന്ധുര്യത. ആ അഹമെന്ന അനുഭവത്തിന്റെ അലകള്, കുമിളകളൊക്കെ മാത്രമാണ്, ബാക്കിയൊക്കെ ആ അനുഭവത്തിനെ അറിയുമ്പോ വളരെ ആശ്ചര്യം. ആത്മസാക്ഷാത്കാരം. എന്താണ് ആത്മസാക്ഷാത്കാരം? ശരീരമില്ലാതാവണതിന് പേരാണ് ആത്മസാക്ഷാത്കാരം. ശരീരമുള്ളവരെ ഒരാൾക്കും ദുഃഖത്തിനെ തരണം ചെയ്യാൻ പറ്റില്ല. തരതി ശോകം ആത്മവിത് എന്ന് ഉപനിഷത്ത് പറയണു. ശരീരം ഇല്ലാതാവണതിന് പേരാണ് ആത്മസാക്ഷാ. ശരീരം ഇല്ലാതാക്കാനൊക്കെ പറ്റുമോ എന്ന് വെച്ചാൽ വേദാന്തം പറയണത് ശരീരം ഇല്ലാതാക്കൊന്നും വേണ്ട, നീ നിന്നെ അറിഞ്ഞാ മതി. നിന്റെ സ്വരൂപത്തിൽ ശരീരം ഇല്ല എന്ന് നിനക്കറിയാം. ശരീരം ലോകത്തിലുണ്ട്, അത് നിനക്ക് തന്നിട്ടൊന്നുമില്ല. It has happened in the world like anything in the world. It is not you, it is not yours, it is not for you. മൂന്ന് കാര്യമാണ്. എന്റെ അല്ല, ഞാനല്ല, എനിക്ക് വേണ്ടിയല്ല. എന്തൊക്കെയോ നടക്കുന്നുണ്ട് ലോകത്തില്, അല്ലേ? ആരൊക്കെയോ വരണു, എന്തൊക്കെയോ നടക്കണു. നമുക്ക് വല്ലതും അറിയണ്ടോ? ഇന്ന് മൻമോഹൻ സിംഗ് വരണു, നമ്മൾ പോയി കണ്ടാലേ കാണാൻ പറ്റുള്ളൂ, അല്ലേ? നമ്മൾ പോയി കണ്ടാലേ അറിയുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഈ ശരീരത്തിനെ ശ്രദ്ധിക്കുമ്പോൾ ശരീരത്തിനെ അറിയണു. അതിൽ എത്ര കണ്ട് അഭിമാനമുണ്ടോ അത്ര കണ്ട് ദുഃഖമുണ്ട്. അല്ലെങ്കിൽ അതങ്ങനെ ഇരിക്കണു. അത് കഴിഞ്ഞാൽ അതിന്റെ കാലം കഴിഞ്ഞാൽ, പ്രാരബ്ധം കഴിഞ്ഞാൽ, പ്രാരബ്ധായ സമർപ്പിതം സ്വവപുഹു. പ്രാരബ്ധം കഴിഞ്ഞാൽ ശരീരം അതിന്റെ പാട്ടിൽ വീണു പോകും. നമ്മൾക്ക് കഴിയണതും സാധന എന്ന് പറയണത് എന്താന്ന് വെച്ചാൽ അറ്റൻഷനെ മാക്സിമം അതിൽ നിന്നും ആത്മാവിലേക്ക് തിരിക്കുക. ആദ്യം സ്വീകരിക്കുക, ദേഹത്തു നിന്ന് അന്യമായൊരു എക്സിസ്റ്റൻസ് ഉണ്ട്,
പിന്നെ പതുക്കെ പതുക്കെ ആ എക്സിസ്റ്റൻസിനെ അന്വേഷിക്കുന്നതിന് പേരാണ് ധ്യാനം. അല്ല ധ്യാനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വെളിച്ചത്തിന് ഉള്ളിൽ കാണലോ ഒരു രൂപത്തിനെ ഉള്ളിൽ ചിന്തിക്കലോ ഒന്നുമല്ല. ദേഹത്ത് നിന്ന് വ്യതിരിക്തമായ നമ്മളുടെ സ്വരൂപത്തിനെ ആദ്യം സ്വീകരിക്കുക, പിന്നെ പതുക്കെ പതുക്കെ അന്വേഷിക്കുക, അന്വേഷിച്ച് അതിനെ അനുഭവത്തിൽ കൊണ്ടുവരാൻ നോക്കുക. അതാണ് ധ്യാനം. നിർദ്വൈതോസ്മി അഹമസ്മി നിർമ്മല ചിദാകാശോസ്മി പൂർണ്ണോസ്മ്യഹം നിർദേഹോസ്മി നിരിന്ദ്രിയോസ്മി നിതരാം നിഷ്പ്രാണവർഗോസ്മ്യഹം നിർമുക്താശുഭമാനസോസ്മി വികളദ് വിജ്ഞാനകോശോസ്മ്യഹം നിർമായോസ്മി നിരന്തരോസ്മി വിപുല പ്രൗഢപ്രകാശോസ്മ്യഹം. നിർദ്വൈതോസ്മി അഹമസ്മി നിർമ്മല ചിദാകാശോസ്മി പൂർണ്ണോസ്മ്യഹം. ദ്വൈതം എന്നുവെച്ചാൽ രണ്ട്, രണ്ടാമതൊന്നും ഇല്ലാത്ത നിർമ്മല ചിദാകാശസ്വരൂപനാണ് ഞാൻ. നോക്കൂ, ഇതൊക്കെ തന്നെ ഇങ്ങനെ അതാണ് ഇതാണെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഈ ഋഭുഗീത എന്ന് പറഞ്ഞ ഒന്നുണ്ട്, പലരും രമണാശ്രമത്തിലൊക്കെ പാരായണം ചെയ്യാറുണ്ട്. ഭഗവാൻ അതിനെക്കുറിച്ച് വളരെ വിശിഷ്ടമായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയണത്. എന്തായാലും ഞാനും കുറെയൊക്കെ കേട്ടിട്ടുണ്ട്. അത്രയൊന്നും ഭഗവാൻ പറഞ്ഞതായിട്ട് ടോക്സിലോ മറ്റു പല സ്ഥലങ്ങളിലോ ഒന്നും കാണാനുമില്ല. ഭഗവാന്റെ പാർഷദന്മാരായിട്ടുള്ള പലരും ഒന്നും തന്നെ ഋഭുഗീതയെ അങ്ങനെ പാരായണം. പക്ഷെ ഇപ്പോഴൊക്കെ പെട്ടെന്ന് ഓരോന്നിനും ഒരു സീസൺ ഉണ്ട്. ഇപ്പൊ ഋഭുഗീത എന്താന്ന് വെച്ചാൽ അതിൽ ഞാൻ ഇതാണ്, ഞാൻ ബ്രഹ്മം, അഹം ബ്രഹ്മം, അഹം ബ്രഹ്മം, ബ്രഹ്മൈവാഹം, അഹം ബ്രഹ്മം എന്ന് ഒരുപാട് വരും. ഒരുതരം സൂക്കട്. ആളുകൾക്ക് എന്തിനോടെങ്കിലുമൊക്കെ ഐഡന്റിഫൈ ചെയ്യണമല്ലോ. അപ്പൊ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാധനമാണെന്ന് വിചാരിച്ചിട്ട് അതൊരു വലിയ ആളാണ് ബ്രഹ്മം, ബൃഹത് ബ്രഹ്മം. അപ്പൊ അതാണെന്ന് പറയാനുള്ള ഉത്സാഹത്തിലാണോ എന്തോന്ന് അറിയില്ല. അപ്പൊ കുറെ ആളുകൾ അതൊരു പാരായണമാക്കി വെച്ചിട്ടുണ്ട്. അഹം എന്നുള്ള പ്രൊക്ലമേഷൻ ഉള്ളപ്പോ തന്നെ വികല്പം ഉണ്ടായിപ്പോവും. ഇതാണ് അതാണെന്ന് പറയുമ്പോ തന്നെ, ഈ ശ്ലോകമൊക്കെ പറയുമ്പോ തന്നെ വികല്പം ഉണ്ടായിപ്പോവും. ശരിക്കും പറഞ്ഞാൽ ഉത്തമമായ ഭക്തിയാണ് അദ്വൈതം. അവിടെ അഹം എന്നുള്ള തോന്നലേ ഇല്ല, അഹങ്കാരമേ ഇല്ല. ഈശാദ് അപേതസ്യ വിപര്യോ സ്മൃതി. അഖണ്ഡത്തിൽ നിന്ന് അന്യമായൊരു എക്സിസ്റ്റൻസ് വരുമ്പോഴല്ലേ അഹം എന്ന് പറയണത്. അഹം എന്ന് പറയാനേ ജ്ഞാനത്തിൽ സ്ഥാനമേ ഇല്ല. ഇപ്പൊ ഇവിടെയൊക്കെ ഈ ശ്ലോകത്തിലൊക്കെ പറയണത് എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഇൻഡിവിജ്വൽ സെൻസിൽ നിന്നും അഖണ്ഡത്തിലേക്ക് നമ്മളുടെ അറ്റൻഷനെ തിരിക്കാനുള്ളതാണ്, അല്ലാതെ ഇത് പ്രൊക്ലെയിം ചെയ്യാനുള്ളതല്ല. പ്രൊക്ലെയിം ചെയ്യുമ്പോൾ തന്നെ യു ലൂസ് ദ സെന്റർ. പ്രൊക്ലെയിം ചെയ്യുമ്പോൾ തന്നെ സെന്ററിൽ നിന്ന് വേർപിരിഞ്ഞു പോകും. ഈ ഋഭുഗീത ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ചിദംബരത്തിൽ നടരാജാവിനെ സ്തുതിച്ചുകൊണ്ട് ഒരു പാട്ടോടുകൂടി അവസാനിക്കും. വളരെ വിചിത്രമാണ്. വലിയ വേദാന്ത ഗ്രന്ഥം. എല്ലാം ഞാൻ ബ്രഹ്മമാണ്, ഇതില്ല അതില്ല, പ്രപഞ്ചമില്ല, ഈശ്വരനില്ല ഒക്കെ പറഞ്ഞിട്ട് അവസാനം ചിദംബരത്തിൽ നടരാജാണ്. അതിന് കാരണം എന്താ പറയണെന്ന് വെച്ചാൽ അത് തമിഴിലാക്കിയ ആള് അദ്ദേഹത്തിന് കണ്ണ് കാണാതായി അത്രേ. അപ്പോ ഇങ്ങനെ പ്രൊക്ലെയിം ചെയ്തത് കൊണ്ടാണ് കണ്ണ് കാണാതായത് എന്ന് പറഞ്ഞിട്ട് അവസാനം നടരാജാവിനെ സ്തുതിച്ചുകൊണ്ട് ഓരോ പാട്ടോടുകൂടെ അത് അവസാനിക്കും. അപ്പോ വേദാന്തം എന്ന് പറഞ്ഞാൽ പ്രൊക്ലെയിം ചെയ്യാനുള്ളതല്ല. എനി കൈൻഡ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി ഈസ് ഫാൾസ്ഹുഡ്. സത്യത്തിനെ അറിഞ്ഞവന് അഖണ്ഡ പൂർണ്ണത്തിൽ നിന്ന് അന്യമായ അയാൾക്കൊരു ഇരുപ്പേയില്ല. നിർദ്വൈതോസ്മി എന്ന് പറയുമ്പോ ദ്വൈതം ഞാൻ ഒരാള് ഉണ്ടെങ്കിൽ തന്നെ ദ്വൈതം വന്നു.
നിരിന്ദ്രിയോസ്മി. നമ്മളുടെ സ്വസ്വരൂപത്തിൽ ഇന്ദ്രിയങ്ങളൊന്നുമില്ല. സുഷുപ്തിയിൽ ഇന്ദ്രിയങ്ങളുണ്ടോ? വികളത് വിജ്ഞാനകോശോസ്മ്യഹം. ഈ ഇന്റലക്ച്വൽ നോളജിനുള്ള ഒരു ഷീത്താണല്ലോ വിജ്ഞാനകോശം എന്ന് പറയണത്. വിജ്ഞാനകോശമേ ഇല്ല. വികളത് വിജ്ഞാനകോശോസ്മ്യഹം. നിർദ്വൈതോസ്മി നിരിന്ദ്രിയോസ്മി വികളത് വിജ്ഞാനകോശോസ്മ്യഹം. നിർമുക്താശുഭം നിർദേഹോസ്മി. ദേഹമോ പ്രാണവർഗമോ ഒന്നുമില്ല. സ്വാമി രാമദാസനോട് ഒരാൾ ചോദിച്ചു, ഈ പഞ്ചകോശം എന്ന് പറയണ്ടല്ലോ അതെന്താണ് സ്വാമി ചോദിച്ചു. അപ്പൊ സ്വാമി രാമദാസ് പറഞ്ഞു, ഐ സീ ഓൺലി റാം എവറിവെയർ. ഐ ഡോണ്ട് സീ എനി പഞ്ചകോശ. പഞ്ചകോശമൊന്നും കാണാനില്ല, ഞാൻ രാമനെ മാത്രമേ കാണുള്ളൂ. അന്നമയകോശം പ്രാണമയകോശം ഇതൊന്നുമില്ല. ഭഗവാൻ ചിലയിടത്തൊക്കെ കളിയാക്കി രമണ ഭഗവാൻ പറയണുണ്ട്, എന്തിനെങ്ങനെയൊക്കെ പിരിക്കണതെന്ന്. ഈ പ്രാണൻ അപാനൻ വ്യാനൻ ഒക്കെ ഒരു വസ്തുവേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇത്ര സെഗ്രിഗേറ്റ് ചെയ്ത് വീണ്ടും 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 പേര് ഇതൊക്കെ ഓർമ്മ വെക്കണം. കുറേ പേരുകൾ, കുറേ നാമങ്ങള്, കുറേ രൂപങ്ങള്. വേദാന്തം കുഴിച്ച കുഴിയിൽ വേദാന്തം തന്നെ വീണുപോകും ചിലപ്പോ. ഉത്തമമായ ഋഷികളുടെ അടുത്തുനിന്ന് വേദാന്തം പഠിച്ചിട്ടില്ലെങ്കിൽ ഏതും ഡയറക്റ്റ് സോഴ്സിൽ നിന്ന് കിട്ടണം. ഈയിടെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. ഞാനതിൽ പാർട്ടൊന്നുമല്ല, പക്ഷെ ഞാൻ ആ സഭയിലുണ്ട്. വളരെ വിചിത്രമായ ഒരു പേരായിരുന്നു, ജിഡ്ഡു കൃഷ്ണമൂർത്തി വേദാന്ത രമണ മഹർഷി. കാശിയിൽ വെച്ച്. ഞാനവിടെ ഹാളിലുണ്ട്, അത്രേ ഉള്ളൂ. വേദാന്ത ഒരു സ്വാമി ഉണ്ടായിരുന്നു, രമണ മഹർഷി ഗണേശണ്ണ ഉണ്ടായിരുന്നു, ജിഡ്ഡു കൃഷ്ണമൂർത്തിയുടെ ഡയറക്റ്റ് ഡിസൈപ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവരെ കൂടിയിട്ടാണ്. ഭയങ്കര ബഹളായിരുന്നു. ഗണേശണ്ണ മഹർഷിയെ പ്രസന്റ് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പൊ അതില് ഇടയ്ക്ക് എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ടൈറ്റിൽ തന്നെ ശരിയില്ല. കാരണം വേദാന്ത ജിഡ്ഡു കൃഷ്ണമൂർത്തി രമണ മഹർഷി എന്ന് ശരിയാവുകയില്ല. എന്താന്ന് വെച്ചാൽ വേദാന്ത എന്ന് പറയുന്നത് ഒരു പേഴ്സണല്ല. മറ്റേത് നിങ്ങൾ രണ്ട് ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. വേദാന്തം എന്ന് പറഞ്ഞാൽ രമണ മഹർഷികളും കൃഷ്ണമൂർത്തിമാരും എത്രയോ പേരും ഒക്കെ അടങ്ങിയ ഒരു ശാസ്ത്രമാണ്. അതൊരു വ്യക്തിയല്ല. അതുമാത്രമല്ല, അതിലൊരാൾ പറഞ്ഞു, എനിക്ക് കൃഷ്ണമൂർത്തിയുടെ അടുത്ത് വന്നിട്ടാണ് സത്യം. ഞാനും ഉപനിഷത്തൊക്കെ എത്രയോ ഒക്കെ പലരുടെയും കേട്ടു പഠിച്ചു എന്ന് പറഞ്ഞു അയാള്. അവിടെ കൃഷ്ണമൂർത്തി ഗുരു ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അവര് കൃഷ്ണമൂർത്തി ഫനറ്റിക്സ് ആയിട്ട് മാറി. അപ്പൊ അയാളോട് പറഞ്ഞു, നിങ്ങളെ ഒരു കൃഷ്ണമൂർത്തിയുടെ അടുത്തുനിന്ന് വേദാന്തം കേട്ടു, അത്ര തന്നെ. നിങ്ങൾ ഉപനിഷത്തൊക്കെ ഋഷികളുടെ അടുത്തുനിന്ന് കേൾക്കണം. ആരെങ്കിലും അടുത്ത് ഒരു സ്കോളറുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്ത് പഠിക്കുകയോ ചെയ്താൽ യു വിൽ നോട്ട് ബി കൺവിൻസ്ഡ്. വളരെ ജാഗ്രതയായിട്ടിരിക്കണം. സമ്പ്രദായം എന്ന് പറഞ്ഞ് വേദാന്തം ചുവട്ടിലേക്ക് വരുമ്പോ അതിനെ ബുദ്ധിയുടെ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് സാഹിത്യവും ശാസ്ത്രവും ഒക്കെ ആയിട്ട് മാറ്റുമ്പോ അതിന്റെ അനുഭവ മണ്ഡലത്തിൽ നിന്ന് വീണുപോകും. ജഹൽ ലക്ഷണ, അജഹൽ ലക്ഷണ, ഗംഗായാം ഘോഷ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ട് ഞാൻ ഒരുപാട് ലഹള കൂട്ടിയിട്ടുണ്ട്. ഇവിടെ ഭ്രാന്ത് പിടിച്ചു. അതുകൊണ്ടാണ് ബി വെയർ ഓഫ് നോളജ് എന്ന് പറയുന്നത്. വളരെ ജാഗ്രതയായിട്ട് വേദാന്തമൊക്കെ ഗ്രഹിക്കാൻ പാടുള്ളൂ. ക്ലാസ് ഒന്നും എടുക്കാനേ പാടില്ല. അത് സത്സംഗമാണ്. നമുക്ക് വളരെ ജാഗ്രതയായിട്ട് ഡയറക്റ്റായിട്ട് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ട്രാൻസ്ഫർ ആവേണ്ടതാണ്. തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയ. അപ്പോ
നിർമുക്താശുഭമാനസോസ്മി. മനസ്സെന്ന് പറയുന്നത് തന്നെ അശുഭാണ്. അപ്പൊ ആചാര്യസ്വാമിയോട് അശുഭമായി മനസ്സ് എന്നെ വിട്ടുപോയിന്നാണ്. വികളത് വിജ്ഞാനകോശോസ്മി. വിജ്ഞാനകോശവുമില്ല, അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ഒന്നുമില്ല. നിർമായോസ്മി. ആവരണവുമില്ല. ആവരണവുമില്ല. എല്ലാം തള്ളിക്കളഞ്ഞാൽ ഒരു ഇരുട്ട് മാത്രം ബാക്കി നിൽക്കും. ആ ഇരുട്ടുമില്ല, ആവരണവുമില്ല. നിരന്തരോസ്മി. എപ്പോഴും അന്തരമില്ലാതെ അവിഛിന്നമായി വിച്ഛിത്തിയില്ലാതെ ഇന്ററപ്ഷൻ ഇല്ലാതെ അനുഭവപ്പെടുന്ന വിപുല പ്രൗഢപ്രകാശോസ്മ്യഹം. വിപുലമെന്ന് വെച്ചാൽ അഖണ്ഡം എന്നർത്ഥം. വിപുലമെന്ന് വെച്ചാൽ ഗ്യാപ്പില്ലാത്തത് എന്നർത്ഥം. ഇടതിങ്ങി നിൽക്കണത്. പാക്കുമിടമെങ്കും ഒരു നീക്കമറ നിറയുകിன்ற പരിപൂർണ ആനന്ദമേ. ഒരു നീക്കം പോലും സ്ഥലമില്ല എന്നർത്ഥം. അൺഇന്ററപ്റ്റഡ്. വിപുല പ്രൗഢപ്രകാശോസ്മ്യഹം. പ്രൗഢപ്രകാശം എന്ന് വെച്ചാൽ ആ പ്രകാശം ഈ ഇനേർട്ട് ലൈറ്റ് അല്ല, ഇനേർട്ട് ഇഫൾജൻസ് അല്ല, ചൈതന്യപ്രകാശമാണ്. ജഡമായ പ്രകാശമല്ല, ചൈതന്യപ്രകാശമാണ്. അത് സ്വയം പ്രകാശമാണ്. ആ സ്വയം പ്രകാശമാനമായ ആത്മാവാണ് ഞാൻ. ഇതൊക്കെ നല്ലവണ്ണം മനനം ചെയ്ത് സ്വാനുഭവത്തിലേക്ക് കൊണ്ടുവരണം. മയ്യസ്മിൻ പരമാർത്ഥകേ ശ്രുതിശിരോവേദ്യേ സ്വതോഭാസനേ കാവാ വിപ്രതിപത്തി ഏതദഖിലം ഭാത്യേവ യത് സന്നിധേഃ സൗരാലോകവശാത് പ്രതീതമഖിലം പശ്യൻ അതസ്മിൻ ജനഃ സന്ദിഗ്ധോസ്തി അതയേവ കേവല ശിവഃ കോപി പ്രകാശോസ്മ്യഹം. ശ്രുതിശിരോവേദ്യേ. ശ്രുതിശിരസ് എന്ന് വെച്ചാൽ ഉപനിഷത്ത് എന്നർത്ഥം. ഉപനിഷത്ത് കൊണ്ട് അറിയപ്പെടുന്നതായ പരമപ്രകാശമാണ് ഞാൻ. അവിടെ കാവാ വിപ്രതിപത്തി. അത് വേണ്ട വിധത്തിൽ അറിഞ്ഞവന് ഇവിടെ കൺഫ്യൂഷനേ ഇല്ല, സംശയമേ ഇല്ല. വേദാന്തത്തിന്റെ പ്രയോജനം തന്നെ എന്താണെന്ന് വെച്ചാൽ സംശയത്തിനൊക്കെ വേരോട് പറിച്ചു കളയുന്നു. സംശയിക്കണവനെ തന്നെ പറിച്ചു കളഞ്ഞു. ഡൗട്ടർ ഹിംസെൽഫ് വിൽ ബി റൂട്ടഡ്. പിന്നെ ഡൗട്ട് എവിടുന്ന് വരും? ഡൗട്ടർ ഉള്ളവരെ ഡൗട്ട് ഉണ്ട് അല്ലെ? സംശയിക്കണവനുള്ളവരെ സംശയം. സംശയിക്കണവനാരാ? ഞാൻ. ഞാൻ എന്ന് പറയുന്നത് എന്താ? അഹങ്കാരം. ഈ അഹങ്കാരത്തിന് വാസ്തവത്തിൽ അസ്തിത്വം ഉണ്ടോ? അന്വേഷിച്ചു നോക്കുമ്പോൾ ആളെ കാണാനില്ല. പിന്നെ അയാൾ പറയണത് ജനിക്കാത്ത കുട്ടിയുടെ ജാതകം ഗണിക്കണ പോലെയാണ് സകലതും. ചിലര് സിനിമാ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യില്ലേ, അവൻ നല്ലവനാണെന്ന്. സീരിയലിനെ കുറിച്ചൊക്കെ ചിലര് വീട്ടിൽ കാര്യമായിട്ട് ചർച്ച, മരിച്ചുപോയിട്ടോ എന്നൊക്കെ പറയണ്ടാവും. എന്നാലും ഇങ്ങനെ വേണ്ടി കിടന്നില്ല എന്നൊക്കെ. ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. എന്താ ഇപ്പൊ സംഭവിച്ചത്? അല്ല, ഇന്നലെ കണ്ട സീരിയലാണ്. അതേപോലെ വലിയ വിശേഷമൊന്നുമില്ല നമ്മളുടെ ഈഗോവിന്റെ ലൈഫും. ഇറ്റ്സ് ഓൺലി അനദർ ഫിക്ഷൻ അല്ലേ? ഇപ്പൊ കഴിഞ്ഞു പോയതൊക്കെ ഫിക്ഷൻ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞു പോയത് എന്തെങ്കിലും ഇപ്പൊ കൊണ്ടുവരാൻ പറ്റുമോ? വാസ്തവത്തിൽ അനുഭവിക്കാൻ പറ്റുമോ? അതിനും ഒരു 5-6 വർഷം മുമ്പ് തീർന്നു പോയ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ അതിന്റെ ഒന്നും മാർക്കില്ല, ഒന്ന് ഓർത്തു വയ്ക്കുക. അതിനും കുട്ടിക്കാലത്ത് കണ്ട ഒരു സിനിമയ്ക്കും എന്താ വ്യത്യാസം? അല്ലെങ്കിൽ ഇന്നലെ കണ്ട ഒരു സിനിമയ്ക്കും എന്താ വ്യത്യാസം? രണ്ടും നമ്മളുടെ ബ്രെയിനിൽ മെമ്മറി മാത്രമാണ് അല്ലേ? മെമ്മറി മാത്രമാണ്. ആ ഫിക്ഷന് വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ മെനക്കെടുന്നത്. അതല്ലാത്തത് എന്താ ഉള്ളത്? അതാണ് പ്രൗഢപ്രകാശോസ്മ്യഹം. ഇതൊക്കെ ഏതൊരു അധിഷ്ഠാനത്തിൽ നടക്കുന്നു ആ ചൈതന്യം, ആ ബോധം, അത് മാത്രമാണ് സത്യം. അതിനെ അറിഞ്ഞ്
അതിനെ നല്ലവണ്ണം വിചാരം ചെയ്ത് ദൃഢമാക്കി ഉറപ്പിച്ച് തെളിഞ്ഞു വന്ന് നമ്മളുടെ പ്രാരബ്ധ ജീവിതത്തില് വേണ്ടാത്ത കൺഫ്യൂഷനൊന്നും കൂട്ടിച്ചേർക്കാതെ പ്രശാന്തമായിട്ട് ജീവിക്കുക. പ്രശാന്തമായിട്ട് ജീവിക്കുക എന്ന് വെച്ചാൽ ഈ ഫിക്ഷൻ നമ്മളുടെ കയ്യിലില്ല, അത് എഴുതുന്ന ആള് വേറെ ആളാണ്. അതുകൊണ്ട് അയാൾ എന്തോ എഴുതിയിട്ട് പോട്ടെ, അതിൽ ഐഡന്റിഫൈ ചെയ്യാതെ ദൃശ്യമാത്രം ദൃങ്മാത്രമായിട്ട് സാക്ഷി മാത്രമായിട്ട് നമ്മളുടെ സ്വരൂപത്തിനെ അറിഞ്ഞ് അതിൽ ഇതൊന്നുമില്ല എന്ന് അറിഞ്ഞ് അതിൽ അബ്സല്യൂട്ട് ഫ്രീഡം ഉണ്ട്, അത് അറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാ. അല്ലാതെ ഈ ഫിക്ഷൻ പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, ഈ സിനിമാ പേഴ്സണാലിറ്റി, അത് നമ്മളുടെ അല്ല. അതിനെങ്ങട് വിസ്മരിക്കുക എന്നാണ്, മറന്നു കളയാ. വരം വിസ്മരണം. ഈ ഈഗോവിനെ എത്ര കണ്ട് മറക്കണോ അത്ര കണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകും. ഈഗോവിനെ കൊല്ലാൻ പറ്റില്ല, മറക്കാനേ പറ്റുള്ളൂ. കാരണം നിഴലിനെ എങ്ങനെ കൊല്ലുമെന്ന് പറയൂ? നിഴലിനെ കൊല്ലാൻ പറ്റുമോ? പോസ്റ്റിൽ കാണുന്ന ഭൂതത്തിന്, ഒരു കുറ്റിയിൽ കാണുന്ന ഭൂതം നിങ്ങളുടെ ഇമാജിനേഷനിലാണ്. കയറിൽ കാണുന്ന പാമ്പ്, അതിനൊക്കെ കൊല്ലാൻ പറ്റുമോ? അതേപോലെ ഈ ആഭാസൻ, ചിതാഭാസനെ ഇല്ലാതാക്കാനൊന്നും പറ്റില്ല. അതിനെ അങ്ങട് മറന്നു കളയുക, അതിനെ ഉപയോഗിക്കാതെ തുരുപ്പിടിക്കാനിട്ട് കളയുക. എത്ര കണ്ട് ആ പേഴ്സണാലിറ്റിയില് പിടിച്ചു തൂങ്ങാതിരിക്കണോ അത്ര കണ്ട് അത് ടിൽ ഗോ ടു ഒബ്ലിവിയോൺ, പുറകേക്ക് അങ്ങനെ സ്വരൂപത്തില് മറന്നു. അരുണാചല ശിവ ചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ.